എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1948 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ CL രാജേശ്വരി PHMS, റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, മരട്, എറണാകുളം, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 35 വർഷത്തെ ചികിത്സാ അനുഭവങ്ങൾ. ഇന്നത്തെ വിഷയം രാജേശ്വരി ഡോക്ടറോടൊപ്പം ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി CL രാജേശ്വരി ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. സർ, പ്ലീസ് ക്ലോസ് യുവർ സ്ക്രീൻ. Yes, madam. താങ്ക് യു, സർ. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു നല്ല ദിവസമാണ്. കാരണം 25 തീർന്ന് നമ്മുടെ നല്ലൊരു പ്രതീക്ഷയോടുകൂടി 2026 ആരംഭിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ക്ലാസ് എടുക്കാൻ പറ്റിയതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. മറിയമ്മ മാഡത്തിന്റെ അമ്മയെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയെടുത്ത് നമുക്ക് തുടങ്ങാം. കാരണം അന്ന് ഞാനൊരു ലാസ്റ്റ് കേസ് പറഞ്ഞ് നിർത്തിയിരുന്നു. ഒരു ഇൻഫെർട്ടിലിറ്റി കേസാണ്. അതിനുശേഷം ഒരു കേസ് കൂടെ പറഞ്ഞിരുന്നു. അപ്പൊ ഇൻഫെർട്ടിലിറ്റി കേസിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, ആ കുട്ടി ചിരിക്കുന്നില്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലോസ്ഡ് ആണ്, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാറില്ല, ഒട്ടും ചിരിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മേ ബി ആ കുഞ്ഞിന് ആ 5 വർഷം വരെ ഒരു കുട്ടികളൊന്നും ഉണ്ടാകാതിരുന്നതിന്റെ ഒരു സങ്കടമൊക്കെ ആയിരുന്നാണ്. അപ്പൊ എന്തായാലും കുട്ടി ഉണ്ടായതിനു ശേഷം, നല്ലൊരു മോളാണ് ഉണ്ടായത്, കുട്ടി ഉണ്ടായതിനു ശേഷം ആ കുട്ടി നല്ല ഭംഗിയായിട്ട് ചിരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അത് ഞാൻ അന്ന് പറയാനും വിട്ടുപോയി. മാത്രവുമല്ല, അന്ന് ഒന്നിലധികം മെഡിസിൻ, കാരണം ഒരു അസുഖം മാത്രമായിരുന്നില്ലല്ലോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അങ്ങനെ പല റീസൺസ് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ മെഡിസിൻസ് കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു. ഏകദേശം 1-1.25 വർഷത്തോളം നമ്മുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ഞാൻ പിന്നെ ചെക്ക് ചെയ്തതിന് ശേഷം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ മാറുകയും യൂറിന് ഗ്രോത്ത് ഒന്നും ഇല്ല എന്നുള്ളത് റിസൾട്ട് എടുക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ആ കുട്ടിയുടെ കുഞ്ഞിനെയും ആദ്യമൊക്കെ അവർ കിൻഡറിൽ നമ്മുടെ അടുത്തൊരു പ്രശസ്തമായ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി കാണിച്ചിരുന്നെങ്കിൽ പോലും, പീഡിയാട്രീഷ്യനെ കാണിച്ചിരുന്നെങ്കിൽ പോലും, ഡെലിവറി നടന്ന ഹോസ്പിറ്റലിലാണ് അവർ പീഡിയാട്രീഷ്യനെ കാണിച്ചത്. എങ്കിൽ പോലും പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് കാണിക്കുകയും പെട്ടെന്ന് തന്നെ മെഡിസിൻസ് കൊടുത്ത് മാറ്റുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, അത്രയധികം മരുന്നുകൾ കൊടുത്തു എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഓരോ ഇൻഡിക്കേഷൻസ് അനുസരിച്ചും സിംറ്റംസ് മാറുന്നതിനനുസരിച്ച് എനിക്ക് മരുന്നുകൾ മാറേണ്ടി വരികയും കൂടുതൽ കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു. എങ്കിൽ പോലും ഇപ്പോൾ ആ മോൾക്ക്, രണ്ടുപേർക്കും, അമ്മയ്ക്കും മോൾക്കും ഒരസുഖവും ഇല്ലെന്ന് തന്നെ പറയുകയും ചെയ്യാം. തന്നെയല്ല, എല്ലാം പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടാണ് അമ്മയും മോളും ഇരിക്കുന്നത്. അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ അത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള മെഡിസിൻസ്, മയാസ്മാറ്റിക് ആയിട്ടുള്ളതും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മെഡിസിൻസും എല്ലാം കൊടുത്ത് ഓൾമോസ്റ്റ് ഹെൽത്തി ആയി ഒരു അമ്മയും ബേബിയെയും കിട്ടി എന്നുള്ളതാണ് നമ്മളുടെ സിസ്റ്റം കൊണ്ട് എനിക്ക് ചെയ്യുവാൻ സാധിച്ചത്. തന്നെയുമല്ല, നമ്മൾ എപ്പോഴും പറയുന്നത്, ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൂടുതൽ ഡോക്ടേഴ്സും പറയുന്നത്, നമ്മുടെ പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് അസുഖം മാറ്റി സുഖപ്പെടുത്തുക, അതുമൂലം നമ്മുടെ സിസ്റ്റത്തിനോടുള്ള വിശ്വാസവും, നമുക്ക് അതിലൂടെ നമുക്ക് കൂടുതൽ പേഷ്യൻസിനെയും, അതായത് നമുക്കെന്ന് വെച്ചാൽ എനിക്കെന്നുള്ള വ്യക്തിക്കല്ല, നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൂടുതൽ പേഷ്യൻസിനെയും വരുത്തുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു ഇന്റൻഷനും, അതാണ് നമ്മുടെ ലക്ഷ്യം വേണ്ടതും. അതുകൊണ്ട് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇപ്പോൾ അവർക്ക് ഒരു അസുഖവും വരുന്നുമില്ല. ഇപ്പൊ കുറെ അധികം നാളായിട്ട് ഒരു അസുഖവും ഇല്ല, ട്രീറ്റ്മെന്റ് വരുന്നുമില്ല. നമുക്കത് ഉറപ്പായിട്ടും അറിയാം. കാരണം എന്തെങ്കിലും അസുഖം വന്നാലും നമ്മുടെ മരുന്ന് തന്നെയാണ് അവര് സ്വീകരിക്കുന്നത്.
വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ആ കുട്ടിയുടെ ബ്രദർ മിക്കവാറും ഈ മരുന്നിന് വരുമ്പോൾ ഈ കുട്ടിയുടെ ബ്രദറാണ് നമ്മളുടെ അടുത്ത് വന്ന് സിംറ്റംസ് ഒക്കെ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കുന്നത്. അപ്പം ഞാനത് മനസ്സിൽ ഓർത്തിട്ടുണ്ട്. അത് ഒരു ഫാർമസിസ്റ്റ് അലോപ്പതി റെപ്രസെന്റേറ്റീവ് ആണ്. അതിന്റെ വൈഫ് അലോപ്പതി നേഴ്സുമാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം അവരുടെ മോനെ നമ്മളെ കാണിച്ചിട്ടേ ഇല്ല. ഞാൻ അന്നേരം ഉള്ളിൽ ഓർക്കാറുണ്ട്, ഇത്രയധികം, അതായത് 70 lakhs ബാക്ടീരിയ ഈക്കോളെ ഇൻഫെക്റ്റേഷൻ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കൺസീവ് ചെയ്യാൻ 5 വർഷമായിട്ട് കൺസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. നമ്മളുടെ മരുന്ന് കൊണ്ട് തന്നെ കൺസീവ് ആയി. ബാക്കിയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമ്മുടെ മെഡിസിൻ കൊണ്ട് മാറ്റിയെങ്കിൽ പോലും ഈ പയ്യൻ എന്താ അതിന്റെ കുഞ്ഞിനെ നമ്മളെ കാണിക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് നമ്മളുടെ വീണ്ടും വരികയും വീണ്ടും അല്ല, ആ ബ്രദറിന്റെ മോനെ നമ്മളെ കാണിക്കുകയും നമ്മുടെ മരുന്ന് കൊണ്ട് തന്നെ എല്ലാം സുഖപ്പെടുകയും ചെയ്തു. അപ്പോ അതും കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിനുള്ള വിശ്വാസമാണ്. ഞാൻ വീണ്ടും എടുത്തു പറയാൻ ഉദ്ദേശിച്ചത്, ഒരു സിംഗിൾ റെമഡി, ചില കേസിൽ നമുക്ക് സിംഗിൾ റെമഡി കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഒന്നിലധികം മെഡിസിൻസ് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്ററുടെ പ്രിൻസിപ്പളിന് എതിരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും റാപ്പിഡായിട്ടുള്ള ഒരു ജെന്റിൽ അല്ലെങ്കിൽ ഒരു പെർമനന്റ് ക്യൂർ കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ലക്ഷ്യവും, അതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കേസ്. അപ്പൊ ഈ കേസ് സുഖപ്പെട്ടത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ, അതായത് ഈ കുഞ്ഞുവാവയുടെ അച്ഛൻ 2 കേസ് ഉടനെ തന്നെ എനിക്ക് ഇൻഫെർട്ടിലിറ്റി വിടുകയും, അത് രണ്ടും തന്നെ ആദ്യത്തെ ഒരു കേസ് ഫസ്റ്റ് കൺസൾട്ടേഷനിൽ തന്നെ കൺസീവ് ആവുകയും ചെയ്തു. അത് പക്ഷേ സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു ഓർഗാനിക് ഡിഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് വരുമ്പോൾ 3 വർഷം കഴിഞ്ഞിരുന്നു. ആ കുട്ടി നമ്മുടെ കേരളയിട്ട് ആയിരുന്നില്ല. അതിന്റെ വൈഫ് തമിഴ്നാട് ബേസ്ഡ് ആയിരുന്നു ആ മോള്. 3 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ഒരു കൺസ്യൂമേഷൻ ഓഫ് മാരേജ് നടന്നിട്ടില്ലായിരുന്നു എന്നാണ് എനിക്കത് അങ്ങനെ എന്ന് എനിക്ക് ആ ഒരു കൺസൾട്ടേഷനിലൂടെ മനസ്സിലാകുകയും, ഒരു 2-3 ദിവസം കൊണ്ട് ഞാൻ കൗൺസിലിംഗ് പോലെ നടത്തി നമ്മുടെ മെഡിസിനും കൂടി കൊടുത്തു കഴിഞ്ഞ് ആ ഫസ്റ്റ് ഇതിൽ തന്നെ കൺസീവ് ആവുകയും ചെയ്തു. അധികം മെഡിസിന്റെ ആവശ്യം വന്നില്ല. എങ്കിൽ പോലും ഞാൻ ആ മോളോടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വന്നത്. പിന്നെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ചോദിച്ചു വന്ന് കുറെ മനസ്സിന്റെ ഒരു പ്രയാസവും അങ്ങനെ. അപ്പൊ അത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന അഫ്രൈഡ് ഓഫ് സെക്സ് ആയിരുന്നു. അത് അങ്ങനെയുള്ളൊരിത്. പിന്നെ ആ ഡിസ്കോഴ്സ് ബിറ്റ്വീൻ പേരൻസ്, ആ കുട്ടിയുടെ, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു റിലേഷൻ നല്ലതായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് ഞാൻ ഇഗ്നേഷ്യ CM തന്നെയാണ് ആ മോൾക്ക് കൊടുത്തത്. പിന്നെ ഞാൻ ഇഗ്നേഷ്യ CM കൊടുത്തിട്ട് മിമുലസ് കൊടുത്തു. എന്ന് വെച്ചാൽ ആ ഒരു അഫ്രൈഡ് ഓഫ് സെക്സ് എന്നുള്ള രീതിയിൽ ഒരു നോൺ കോസ് ആണല്ലോ. ആസ്പെൻ നമുക്കറിയാം അൺനോൺ കോസും, മിമുലസ് നമുക്കൊരു നോൺ കോസുമാണ്. അതുകൊണ്ട് മിമുലസ് കൊടുത്തു. പിന്നെ ഓൾവേസ് ഞാൻ എപ്പോഴും ഒരു സിംഗിൾ റെമഡി അല്ല കൊടുക്കുന്നത്, ഒരു ടീച്ചർ കൊടുത്തു. അതായത് അലൈട്രിക്സോ ആൽഫ അല്ലെങ്കിൽ അവിനാസറ്റൈവ, പ്രത്യേകിച്ച് പതോളജിക്കൽ ഡിസോർഡേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഓർഗൻ ഡിഫക്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അവിനാസറ്റൈവ ആൽഫ ടിഞ്ചർ ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്തു ആ മോൾക്ക്. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ശാന്താചന്ദ്രൻ മാഡം അല്ലെങ്കിൽ രമാദേവി മാഡം എല്ലാവരും പറയാറുണ്ട്, ഒരു ഇൻഫെർട്ടിലിറ്റി കേസിൽ നമ്മൾ ആ കപ്പിളുമായിട്ടുള്ള ഇന്ററാക്ഷനിലാണ് കൂടുതൽ ഒരുപാട് നമുക്ക് മനസ്സുകൊണ്ട് ഒരു അടുപ്പം വരികയും അവരുമായിട്ട് നമ്മളോടുള്ള ഒരു വിശ്വാസം എടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ ഓപ്പൺ അപ്പ് ആവുകയും ചെയ്യും. ആ ഒരു കൗൺസിലിംഗ് ഈ ഒരു കേസിൽ എനിക്ക് കൗൺസിലിംഗ് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്തു. പ്ലസ് നമ്മുടെ മെഡിസിനും ഞാൻ പറഞ്ഞല്ലോ, ഇഗ്നേഷ്യ CM ഞാൻ കൊടുത്തു. പിന്നെ ഈ ഒരു മെഡിസിൻ, ഇങ്ങനെ ഇത്രയും മെഡിസിൻ, അതായത് മിമുലസ് കൊടുത്തു, അലട്രിക്സ് ആണ് കൊടുത്തത്. പിന്നെ ഈ ഇഗ്നേഷ്യ കഴിച്ചു കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ നേട്രമൂർ വണ്ണം കഴിക്കാനായിട്ട് ഞാൻ അത് പൗഡറിൽ കൊടുത്തു വിട്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആ പയ്യൻ കുറച്ച് ഒബീസ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കിട്ടാത്ത കേസിൽ ഒരു ഒബീസ്, ഒരു ഡയബറ്റീസ്, പിന്നെ വേണമെങ്കിൽ ഒരു ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ലൈക്ക് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയൊക്കെയുള്ള കേസിൽ സൾഫർ കാൽക്കേരിയ ലൈക്കോപോഡിയം എന്നുള്ള ഒരു കോമ്പിനേഷനിൽ ഞാൻ കൊടുക്കാറുണ്ട്. നമ്മൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി സൾഫർ കാൽക്കേരിയ ലൈക്കോപോഡിയം കൊടുക്കുന്നോ എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ പോലും 7 ml പിൽസിൽ എത്ര ഡ്രോപ്സ് ഒഴിക്കേണ്ടി വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊഴിച്ച് സൾഫർ രാവിലെ, കാൽക്കേരിയ ഉച്ചയ്ക്ക്, ലൈക്കോപോഡിയം വൈകുന്നേരം
ചിലപ്പോൾ ഞാനൊരു അശ്വഗന്ധ ടിഞ്ചറും കൂടി രാത്രിയിലും കൊടുക്കും. അങ്ങനെ ആ ഹസ്ബൻഡിനും കൊടുത്തു വിട്ടു. ആ ഒരു ഫസ്റ്റ് കൺസൾട്ടേഷനിൽ തന്നെ ആ കുട്ടി കൺസീവ് ആവുകയും ചെയ്തു. കാരണം ആ ഫിയർ ഓഫ് സെക്സ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, കേരളയിട്ട് അല്ലായിരുന്നു, തമിഴ്നാടായിരുന്നു ആ മോളുടെ നാട്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു എന്ന് പറയാം, അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. തന്നെയുമല്ല, ഈവൻ ആ കുട്ടി ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ പോലും ഒട്ടും എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു നല്ല ഒരു പോരായ്മ ആ മോൾക്കുണ്ടായിരുന്നു. എനിവേ, നമ്മളുടെ മെഡിസിനും നമ്മളുടെ കൗൺസിലിങ്ങും എല്ലാം കൂടെ കൊണ്ട് ഫസ്റ്റിൽ തന്നെ കൺസീവ് ആയി. അതുപോലെ തന്നെ ഈ അവർ പറഞ്ഞുവിട്ട വേറൊരു കേസ്, അത് പക്ഷെ ഫസ്റ്റിലായില്ല, സെക്കൻഡ് കൺസൾട്ടേഷനിലും ആയി. അതിനും വലുതായിട്ട് ഒരുപാട് മെഡിസിൻസ് കൊടുക്കേണ്ടി വന്നില്ല. വലിയ ബുദ്ധിമുട്ടുകൾ, അതായത് വേറെ ഡിഫക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പതോളജിക്കലായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. 3 വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. പോയ ഹോസ്പിറ്റലിലൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആകെ പറഞ്ഞൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവുലാർ ഇൻസഫിഷ്യൻസി ആണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ പറയുന്നത്, നമ്മളുടെ ചതയേന്ദ്ര മാഡം ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ട്, ലെസിത്തിൻ ഫോളിക്കുലിനം ആൽഫ അങ്ങനെ അതാണ് കൊടുത്തത്. ഫസ്റ്റില് കൺസീവ് ആയില്ല. അത് പക്ഷെ എനിക്ക് മനസ്സിലായി, പിന്നെ അവർക്ക് ആ ഒരു സമയത്ത് ആ ഓവുലേഷൻ ടൈമിൽ പ്രോപ്പറായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലായിരുന്നത് കൊണ്ടാണെന്ന് മനസ്സിലായത് കൊണ്ട് സെക്കൻഡ് വിസിറ്റിലും ഞാൻ മെഡിസിൻസ് ചേഞ്ച് ചെയ്തില്ല. സെയിം ലെസിത്തിൻ ഫോളിക്കുലിനം കൊടുത്തു. പിന്നെ അവർക്കും ഈ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കേസ് എടുക്കുമ്പോൾ അറിയാം, അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഈ കേസിൽ ഞാൻ നേട്രമോർ 1 കൊടുത്തു. അങ്ങനെ ആ സെക്കൻഡ് കൺസൾട്ടേഷനിൽ അവർക്കും കൺസീവ് ആയി. ആ പയ്യനും പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ലായിരുന്നെങ്കിൽ പോലും പിന്നെ ഞാന് എന്താ പറയാ, വീണ്ടും കാൽക്കരിയ ലൈക്കോപോഡിയം തന്നെ കൊടുത്ത്, ഇടയ്ക്ക് ഞാനൊരു ട്യൂബർക്കുലൻ 10 കൊടുത്തിരുന്നു. കാരണം പിന്നെ ഇത് അലർജി ഉണ്ടായിരുന്നത് കൊണ്ടും കൂടി ഞാൻ ട്യൂബർക്കുലൻ 10 കൊടുത്തു. ഈ സൾഫർ കാൽക്കരിയ ലൈക്കോപോഡിയം ഈ 2 കേസിലല്ല, ഈ കപ്പിൾസ് വരുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ, എടുത്തു പറയത്തക്ക കാരണങ്ങളില്ലെങ്കിൽ, ഇപ്പൊ ഈ 2 കേസ് തന്നെയുള്ള സർവീസിൽ ഇരുന്നപ്പോൾ തന്നെ 5-ലധികം കേസുകൾ എനിക്ക് ഈ ഒരു സൾഫർ കാൽക്കരിയ ലൈക്കോപോഡിയം പ്ലസ് അശ്വഗന്ധയോ അല്ലെങ്കിൽ അവിന സറ്റേവ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യൂറിനറി പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ട്രിബുലസ്, ഇതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഇരുട്ടി തപ്പാതെ തന്നെ, കാരണം ഒരു പ്രത്യേകിച്ച് സിംറ്റംസ്, പെക്യൂലിയർ സിംറ്റംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് ഈ ഒരു പ്രിസ്ക്രിപ്ഷനിൽ നമുക്ക് 1-2 വിസിറ്റിൽ തന്നെ കൺസീവ് ആവുന്നതും കണ്ടിട്ടുണ്ട്. അഥവാ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ആ കേസ് നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് വരികയും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 2 കേസ് അങ്ങനെ അതായത് എന്തോ 200 മാഡം, 200 യൂഷ്വലി ഞാൻ കൊടുക്കാറ്. ഞാൻ പറഞ്ഞല്ലോ, 1-2 ഡ്രോപ്പാണ് നമ്മൾ ഈ 7 ml പിൽസിൽ വരുന്നത്. അത് ഡിവൈഡഡ് ഡോസ് ആയിട്ട് അങ്ങ് പോവുകയാണല്ലോ. അപ്പൊ അത് എനിക്ക് നല്ല റിസൾട്ട്. ഇപ്പൊ ഈ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ 2 കേസ് അല്ലാതെ തന്നെ പ്രയർ പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു 1-2 കേസ് വിടും. അപ്പൊ ഒരു 4-5 കേസ് എനിക്ക് പ്രയർ പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷം തന്നെ, റിട്ടയർമെന്റിന് ശേഷം തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പ്ലസ് സർവീസിലായിരുന്ന ആ ഒരു വർഷത്തില്, ആ ഒരു വർഷം ഞാൻ ഇൻഫെർട്ടിലിറ്റി ജനനിയില് ചെയ്തപ്പോൾ 5-ലധികം കേസുകൾ തന്നെ എനിക്ക് ഈ സൾഫർ കാൽക്കരിയ ലൈക്കോപോഡിയത്തിൽ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം വെറും ബ്ലൈൻഡായിട്ട് കൊടുക്കുകയല്ല, ഓൾമോസ്റ്റ് ഈ കേസൊക്കെ തന്നെയാണെങ്കിലും ഒരു ഒബീസ് ആയിട്ടുള്ളവര്, മോഷൻ പോകാനുള്ള അതും കൂടെ ഒക്കെ നമ്മൾ നോക്കും. പിന്നെ മോഷൻ പോകാൻ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ, ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ എല്ലാ കേസും കൂടി യോജിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് കൊടുത്തിരിക്കും. പ്ലസ് ഒരു ടിഞ്ചർ, ഇത് അശ്വഗന്ധയോ, അത് ഡിപ്പെൻസ് ആണ്. ഏതെങ്കിലും ആഗ്നസ് കാസ്റ്റസോ നമുക്കറിയാം, എന്തെങ്കിലും അത്രയും സെക്ഷുവൽ വീക്ക്നെസ്സോ ന്യൂറസ്തീനിയോ എന്തെങ്കിലും ഉണ്ടെന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഇത് കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്നസ് കാസ്റ്റസ്, അതെല്ലാം ഞാൻ ടിഞ്ചറാണ് യൂഷ്വലി കൊടുക്കാറുള്ളത്. അപ്പൊ ഈ 2 കേസ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആ കുട്ടി, ആ ചിരിക്കാത്ത കുട്ടിയുടെ കാര്യം പറഞ്ഞില്ല, അങ്ങനെ കിട്ടിയതാണ്. അപ്പൊ ഇത് 2ഉം പെട്ടെന്ന് തന്നെ, ഒന്ന് ഫസ്റ്റ് കൺസൾട്ടേഷൻ, രണ്ടാമത്തെ കൺസൾട്ടേഷനിലും തന്നെ പോസിറ്റീവായി. അപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ ഉള്ള ഒന്നുമില്ല. എന്നാലും ഈ 2ാമത്തെ കേസിൽ ഞാൻ ആ മോൾക്ക് സിഫിലിനം 10 കൊടുത്തിരുന്നു. ബിക്കോസ്
അതിന്റെ അമ്മയ്ക്ക് ഫസ്റ്റ് 3 പിന്നെ ഇത് പ്രഗ്നൻസീസ് അബോർഷൻ ആയിരുന്നു. അതിന്റെ സിസ്റ്ററിനും ഒരു ഫസ്റ്റ് പ്രഗ്നൻസി അബോർഷൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ സിഫിലിനും ടെന്നും ആ മോൾക്ക് ഒരു ഡോസ് ഇടയ്ക്ക് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് അലേട്രീസും കൊടുത്തിട്ടുണ്ട്. അലേട്രീസിൽ നമ്മൾ പറയുന്നുണ്ട് ഫ്രീക്വന്റ് ഹാബിച്വൽ അബോർഷന് നല്ലതാണെന്ന് നമ്മൾ ബോറിക്കിൽ പറയുന്നുണ്ട്. അപ്പൊ അത് 2 കേസ് അങ്ങനെ വെറുതെ ഒന്ന് ഒരു സന്തോഷത്തിന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾക്കും കൂടുതൽ മെറ്റീരിയൽ മെഡിക്ക ഒക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ സിംഗിൾ റെമഡി ഒക്കെ കൊണ്ട് തന്നെ അങ്ങനെയല്ല, ചില കേസിലൊക്കെ അങ്ങനെ തന്നെ നമുക്ക് മെഡിസിൻ കൊടുത്ത് മാറ്റുകയും ചെയ്യാൻ ഡീപ്പായിട്ട് പോകുമ്പോൾ അങ്ങനെ 1-2 കേസ് ഞാൻ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സോർണത്തിന്റെ, അതായത് വെസ്റ്റിബുലാർ ഷ്വാമ, ഈ അക്വസ്റ്റിക് ട്യൂമർ ഉണ്ടായിരുന്ന ഒരു കേസ് പറഞ്ഞു. ഞാനത് സോർണം കൊടുത്ത കഥ പറഞ്ഞു. സോർണത്തിനകത്ത് അതും ഞാൻ പറഞ്ഞിരുന്നു. സോർണത്തിന് സോഫ്റ്റ് അല്ല, സ്വെല്ലിംഗ് ബിഹൈൻഡ് ദ ഇയർ എന്നുള്ള അത് വെച്ചാ പറഞ്ഞു. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. സോർണ അല്ലാതെ തന്നെ ഞാൻ അന്ന് ആ കേസിൽ ആസ്പിഡോസ്പെർമ ടിഞ്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ആ കേസ് വരുമ്പോൾ അതിന്റെ മോള് പറയാറുണ്ട്, ഒരു കാരണവശാലും ഇനിയിപ്പൊ ഈ നമ്മുടെ ആസ്പിഡോസ്പെർമ കൊടുത്തതിന് ശേഷം ഓക്സിജൻ ലെവല് കുറഞ്ഞിട്ടേ ഇല്ല. ആ അമ്മയുടെ കേസിൽ സാധാരണ 86, 87 ആണ് നോർമൽ. അപ്പൊ അലോപ്പതി ഹോസ്പിറ്റലിൽ നിന്ന്, വലിയ ഹോസ്പിറ്റലാണ് അവർ കാണിക്കുന്നത്, പറഞ്ഞിരിക്കുന്ന 86, 87 എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് പിന്നെ മറിയാം ഡോക്ടറെ, ഞാൻ മോനെ ഒന്ന് വിളിച്ചതാ. മണ്ണെണ്ണയുടെ എന്തോ മണം പോലെ വരുന്ന ഏട്ടാ. അപ്പം ആ ഒരു കേസിൽ നമ്മൾക്ക് ഒരു ആസ്പിഡോസ്പെർമ ടിഞ്ചറാണ് കൊടുക്കുന്നത്. എപ്പോഴും ഓക്സിജൻ ലെവല് 92, 93 ആ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പം സ്വർണ്ണ മണ്ണം മാത്രമല്ല, അത് ഇന്റർകറന്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. പ്ലസ് ആസ്പിഡോസ്പെർമ ടിഞ്ചർ കൊടുക്കും. പിന്നെ ബുദ്ധിമുട്ട് എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അതനുസരിച്ച് കൊടുക്കുകയും ചെയ്യും. പക്ഷെ സ്വർണ്ണ മണ്ണമാണ് ആ അമ്മയ്ക്ക് വരുന്ന മെഡിസിൻ. കാരണം അത്രയും കുളിര് ആദ്യം എന്നോട് പറഞ്ഞത് പിന്നെ ഒരുപാട് ഒന്നിലധികം പുതയ്ക്കുമെന്നുള്ളത് ആയിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് സ്വർണ്ണ മണ്ണം കൊടുത്തത്. പ്ലസ് അതിന്റെ കൂടെ തന്നെ ആസ്പിഡോസ്പെർമ ടിഞ്ചർ ഇപ്പോൾ ഡെയിലി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈയിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരു 6 ദിവസം കിടക്കേണ്ടി വന്നതുണ്ട്. അപ്പൊ ആ കേസിൽ ഈ അമ്മയുടെ മോളും എന്റെ പേഷ്യന്റ് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിരുന്നു, ബ്രോങ്കിയസ്റ്റാക്സിസ് ആയിരുന്നു. അപ്പൊ അതിന് മരുന്ന് കൊടുത്ത ആന്റിഡാക്ടർ ഒക്കെ കൊടുത്ത കഥ പറഞ്ഞിരുന്നു. അപ്പൊ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോ ഭയങ്കര ചുമ. അപ്പം പറഞ്ഞു എന്തോ ഐസ്ക്രീമോ അങ്ങനെ എന്തോ തണുത്ത എന്തോ കഴിച്ചിട്ട് വന്നിട്ടാണ് ഭയങ്കര ചുമയായിട്ട് വന്നു. അപ്പൊ ആ ചുമ ആയിട്ട് വന്നപ്പം വന്നിരുന്ന് ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഈ ചുമ വരുമ്പോൾ തന്നെ കൊടുക്കാനായിട്ട് കഴിക്കാനായിട്ട് ഞാൻ അക്വണൈറ്റ് കൊടുത്തിട്ടുണ്ട്. മണ്ണെണ്ണയുടെ മണം മരുന്നുണ്ട് ഇവിടെ. എന്താണ് സോറി മതിയോ ഡോക്ടർ. പിന്നെ എന്തോ അപ്പം പിന്നെ അക്വണൈറ്റ് ആണ് ഞാൻ കൊടുക്കാറ്. പക്ഷെ അത് സൗണ്ട് കുറയ്ക്കട്ടെ. അന്ന് വന്നിരുന്ന് ഇപ്പൊ തണുത്തത് എന്തോ കഴിക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് ആണ് ഭയങ്കര ചുമയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മോൾക്കും, അതായത് ഈ സ്വർണം കൊടുത്ത അമ്മയ്ക്കും, പിന്നെ ഞാൻ കാൽക്കേറിയ ആഴ്സാണ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് സ്വർണം കൊടുക്കുമെങ്കിലും കണ്ടുപിടിച്ച് അത് കൊടുത്ത് 2 പേർക്കും, അമ്മയ്ക്കും മോൾക്കും കാൽക്കേറിയ ആഴ്സ് 200 ആണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം വന്നിരുന്ന് ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ചുമച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മോളെ വെള്ളം വേണമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അന്നേരം ആ ഇടയ്ക്കാണ് ഒരു മെഡിസിൻ വായിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ മെഡിസിനകത്ത് വന്നത്, ഡ്രൈ സ്പോട്ട് ഫീലിംഗ് ഇൻ ദി ത്രോട്ട്, മസ്റ്റ് സിപ്പ് വാട്ടർ ഫ്രീക്വന്റ്ലി. ഞാൻ ഇതിനു മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളെല്ലാവർക്കും തന്നെ, ഞാനാണെങ്കിൽ പണ്ട് പഠിച്ചിരുന്ന കാലത്ത് ഓർമ്മയ്ക്കാണ്, പിന്നെ കുറെ പ്രാക്ടീസ്, പിന്നെ അന്നൊന്നും ആരും അധികം ഷെയർ ചെയ്യത്തില്ലായിരുന്നല്ലോ. ആ പഠിച്ച ഓർമ്മയ്ക്കാണ് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ഒരുവിധം നല്ല സക്സസ് ആയിട്ട് വരികയും ചെയ്ത്. പക്ഷെ എന്നാൽ ഇപ്പം ഡീപ്പായിട്ട് നമ്മൾ മെറ്റീരിയൽ മെഡിക്കയില് വായിക്കുന്നത് കൊണ്ട്, ഇപ്പൊ ആ ഇടയ്ക്ക് വായിച്ചിരുന്നത് കൊണ്ട് ഈ ഒരു സിംറ്റം എനിക്ക് ഓർമ്മയുണ്ട്, ഡ്രൈ സ്പോട്ട് ഫീലിംഗ് ഇൻ ദി ത്രോട്ട്, മസ്റ്റ് സിപ്പ് വാട്ടർ ഫ്രീക്വന്റ്ലി എന്നുള്ളത് സിസ്റ്റസ് കനാഡൻസിസിനാണ്.
സിസ്റ്റേഴ്സ് കനാഡൻസിസ് നമ്മൾ ജനറലി പറഞ്ഞുകൊണ്ടിരുന്നത് ഗ്ലാൻഡുലാർ റെമഡിയാണ്. ഗ്ലാൻഡുലാർ റെമഡി പ്രത്യേകിച്ചും നെക്കിലാണ്. പിന്നെ ഏതാട്ടാ സിസ്റ്റേഴ്സ് കനാഡൻസിസ് ഗ്ലാൻഡുലാർ റെമഡിയാണ്, നെക്കിലാണ്. ക്യാൻസറസ് അഫക്ഷൻസ് ഓഫ് ദി പിന്നെ ഇത് നെക്കിലെ ക്യാൻസറസ് അഫക്ഷൻസ് ഓഫ് ദി ഗ്ലാൻസ് ആണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതിനകത്ത് വായിച്ചു വന്നപ്പോഴാണ് ഈ ഒരു ഇത് വരികയും അങ്ങനെ ആ മെഡിസിൻ സിസ്റ്റേഴ്സ് കനാഡൻസിസ് സിസ്റ്റേഴ്സ് കനാലിസിസ് കൊടുക്കുകയും അപ്പോൾ തന്നെ ആ കേസ് പിന്നെ കുട്ടിക്ക് ആ ചുമ മാറുകയും ചെയ്ത്. അപ്പൊ നമ്മൾക്ക് ബോറിക്കാണ് ഞാനിപ്പോ കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത്. ഓരോ ലൈൻ ആയിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പേഷ്യൻസിന്റെയും കേസുകൾ നല്ലതുപോലെ കുറെ കൂടി നല്ലതുപോലെ നോക്കാനും പറ്റും, മനസ്സിലാകുകയും ചെയ്യും, ക്യൂർ ആക്കാനും പറ്റും. അപ്പൊ സിസ്റ്റേഴ്സ് കനാലിസിസ് കൊടുക്കുക അവിടെ ഇരുന്ന് തന്നെ എന്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് തന്നെ അത് മാറുകയും പിന്നെ മാറി, പിന്നെ ചുമക്കുകയും ചെയ്തില്ല. അപ്പൊ അതേസമയം സിസ്റ്റേഴ്സ് കനാഡൻസിന്റെ ഈ ഒരു സിംറ്റം പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് ചിയോനാന്തോസിന്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇത് തന്നെ ഡ്രൈ സ്പോട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ഡ്രൈ സ്പോട്ടിന്റെ ത്രോട്ട് മസ്റ്റ് സിപ്പ് വാട്ടർ ഫ്രീക്വൻലി എന്നുള്ളതാണെങ്കിൽ ചിയോനാന്തസിന് ഡ്രൈ സെൻസേഷൻ ഓഫ് ത്രോട്ട് നോട്ട് ലീവ്ഡ് ബൈ വാട്ടർ എന്നുള്ളതാണ് ചിയോനാന്തസിന്. അപ്പൊ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയും കൂടി ചെയ്യാം. അപ്പൊ സിസ്റ്റേഴ്സിന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൂടെ ഞാൻ ഒന്ന് രണ്ട് സിംറ്റംസും കൂടി പറയാം. കാരണം ഇപ്പം സജിമോൻ ഡോക്ടർ, അങ്ങനെ മധുസൂദനൻ പണിക്കർ ഡോക്ടർ, അങ്ങനെ ഉള്ള ഒരുപാട് പേര് സിസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ ഒരുപാട് സിംറ്റംസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നെക്ക് ഗ്ലാൻസിന്റെ ക്യാൻസറസ് അഫക്ഷൻ പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകത ഞാൻ വായിച്ചപ്പോൾ കണ്ടൊരു കാര്യമാണ് കോൾഡിനെസ് ഫീലിംഗ് ഓൾ ഓവർ ദി ബോഡി എന്നുള്ളതുണ്ട്. ഈ കോൾഡിനെസ് ഓഫ് ദി ത്രോട്ട് ഈവൻ എന്താണെന്ന് അറിയാമോ? ഈ ഒരു കോൾഡിനെസ് തൊണ്ടയ്ക്ക് അനുഭവപ്പെടുമ്പോൾ ഈവൻ പ്രിവെന്റ്സ് സ്ലീപ്പ്, അങ്ങനെ ഒരു സിംറ്റം കൂടിയുണ്ട്. പിന്നെ ഓരോ പാർട്ടിലും ഈ കോൾഡ് എയർ പാസ് ചെയ്യുമ്പോൾ പെയിന് ഉണ്ടാകും എന്നുള്ളതുണ്ട്. അപ്പം അങ്ങനെ കുറെ സിംറ്റംസ് ഇതിനകത്തുണ്ട്. പിന്നെ ഡീറ്റെയിൽ ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ചും ആ ഒരു പേഷ്യന്റിന് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ചുമ വരികയും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയും ചെയ്തപ്പോൾ ഞാൻ സിസ്റ്റേഴ്സ് 30 ആണ് കൊടുത്തത്. നല്ല മാറി. അപ്പൊ അത് നമ്മൾ ബോറിക്കിൽ നോക്കുമ്പോൾ ഈ ഒരു സിംറ്റം ഉണ്ട്. അപ്പൊ ആ ഇടയ്ക്ക് ഞാൻ വായിച്ചിരുന്നോണ്ട് എനിക്കത് ഓർക്കുകയും ഓർത്തിരുന്ന് ഞാൻ ആ പേഷ്യന്റ് കൊടുക്കുക. അങ്ങനെയാണ് സിസ്റ്റേഴ്സിന്റെ ഒരു നല്ലൊരു അവർക്ക് വലിയ സന്തോഷം, എനിക്ക് നല്ലൊരു കേസായിരുന്നു. അപ്പൊ അത് നമ്മള് ഇപ്പം ഞാൻ പറയാം, ഈ പ്ലാറ്റ്ഫോമിൽ ഏത് ഡോക്ടേഴ്സ് നമ്മൾ പറഞ്ഞാലും ആ മെഡിസിൻ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാതെ അത് മൊത്തം ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി ലൈൻ വായിച്ചാല് നമുക്കും നമ്മുടെ പ്രാക്ടീസ് നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഇതൊരു നല്ല റിസൾട്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്കത് പറയണമെന്ന് തോന്നിയത്. തന്നെയുമല്ല പിന്നെ ഞാനത് മെഡിക്കേറ്റ് എന്തോ ഡോക്ടർ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, കോൾഡ്നെസ് ഫീലിംഗ് ഓൾ ഓവർ ബോഡി പറഞ്ഞതും സിസ്റ്റേഴ്സിന്റെ ആണോ? അതെ. പിന്നെ ഇതുണ്ട് കെനോട്ട് സ്ലീപ്പ് എന്താ കോൾഡ്നെസ് ഇൻ ദ ത്രോട്ട് ഉണ്ട്. പിന്നെ ഇതുണ്ട് വെരി ഡ്രൈ ആൻഡ് കോൾഡ് എയർ പാസിംഗ് ഓവർ ദി പാർട്സ് കോസസ് പെയിൻ. പിന്നെ ആ കോൾഡ്നെസ് ഓൾ ഓവർ ദി പാർട്ട് അതും ഉണ്ട്. സെൻസേഷൻ ഒക്കെ ഉണ്ടോ? ഞാനൊന്ന് നോട്ട് ചെയ്തിട്ട് സെൻസേഷൻ ഓഫ് കോൾഡ്നെസ് ഓഫ് വേരിയസ് പാർട്സ്. പിന്നെ നമുക്കെല്ലാം അറിയാം കാഴ്സിനോമാറ്റസ് ഡിസീസ് ഓഫ് ഗ്ലാൻസ് ഇൻ ദ നെക്ക്, ത്രോട്ടിൽ സ്പോഞ്ചി ഫീലിംഗ് ആണ്. അതേസമയം ഇതുപോലെ തന്നെ കൊറാലിയം റൂബ്രം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നതാണ് വൂപ്പിംഗ് കഫിന് പ്രധാനമായിട്ടുള്ളത്. കൊറാലിയം റൂബ്രത്തിന്റെ ആണെങ്കിൽ പേഷ്യന്റ് ഇങ്ങനെ ഷോർട്ട് ബാർക്കിങ്, ഭയങ്കര കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ചുമയായിരിക്കും. അതിനകത്ത് ഉള്ള ഒരു വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൾഡ്നെസ് ഓഫ് എയർ പാസേജസ് ഓൺ ഇൻസ്പയറിങ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കൊറാലിയത്തിൻ്റെത് വേറെ ഡിസൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും പുളി കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് ദേവൻ ഡോക്ടർ എപ്പോഴും പിള്ളേർക്ക് ചുമയായിട്ട് ഇങ്ങനെ നിർത്താത്ത ചുമയായിട്ട് വരുമ്പം ചോദിക്കാറുണ്ട്, പുളി കൂടുതൽ ഇഷ്ടമുണ്ടോ എന്നുള്ളത് ചോദിക്കുവാണെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും കൊറാലിയം ഞങ്ങൾ 30 ആണ് കൊടുക്കാറുണ്ട് കൊറാലിയം റൂബ്രം. തന്നെയല്ല പുളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് മെഡോറിനവും ഇൻഡിക്കേറ്റഡ് ആണ്, മെഡോറിനം കൊടുക്കാം. മെഡോറിനത്തിന്റെ ഒരു പിന്നെ മൊഡാലിറ്റീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അനി ടെസ്റ്റ് പൊസിഷനും ഒക്കെ ഉണ്ട്. അതുകൂടാതെ അതും നമ്മൾ കൂടുതൽ ചോദിക്കുമ്പോഴാണ് അത് കൂടുതൽ വരും. അപ്പൊ അത് ഒരു കഴിഞ്ഞ 2 മാസം മുമ്പായിരുന്നു ഒരു കൊച്ചിന് ഇതുപോലെ വന്നപ്പോ
അച്ഛൻ ഇങ്ങനെ യാദൃച്ഛിക പറഞ്ഞു ഞാൻ ആ ഒരു മൊഡാലിറ്റി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു മൊഡാലിറ്റി ഇങ്ങോട്ട് പറയുകയും മെഡോർണം 200 കൊടുക്കുകയും അന്ന് രാത്രി തന്നെ ആ കുഞ്ഞിന് ചുമ കുറയുകയും ചെയ്തു. പ്ലസ് ഞാൻ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു ആന്റിൻഡാർട്ടോ കാലിബൈക്കോ അത് അനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. പൊതുവെ ഞാൻ ആന്റിൻഡാർട്ടും കാലിബൈക്കും കൂടി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷന് കൊടുക്കാറുണ്ട്. അത് 200 ആണ് കൊടുക്കുന്നത്, ഓൾട്ടർനേറ്റ് ചെയ്താണ് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് ഉള്ള കേസിലും. അതുകൊണ്ട് തന്നെ വലിയ സിവിയർ ആയിട്ട് ടെമ്പറേച്ചറോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആന്റിൻഡാർട്ട് 200ഉം കാലിബൈക്ക് 200ഉം കൂടി ഇങ്ങനെ 5 ml പിൽസിൽ മെഡിക്കേറ്റ് ചെയ്ത് ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ ഡ്രെയിൻ ചെയ്ത് പോവുകയും കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുകയും ചെയ്യും. പ്ലസ് ഇതുപോലുള്ള സിംറ്റംസ്. അപ്പം ഇനി ചെസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ ഒരു മെഡോർണം 200ഓ അത് ഏജിന്റെ അനുസരിച്ച്. കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ 200 കൊടുക്കാറുള്ളൂ. പക്ഷെ അത് ഭയങ്കര ഡീപ്പായിട്ട് ഇൻഡിക്കേറ്റഡ് കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് അല്ലെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മെഡോർണം 1 വരെയും കുട്ടികളാണെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെ പറഞ്ഞോളൂ. പക്ഷെ പ്ലസ് അതിന്റെ കൂടെ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അല്ല ഈവൻ ബ്രോങ്കിയോൾസോ അല്ല ലങ്സിലോ വീസിങ്ങോ അല്ലെ റാറ്റ്ലിങ്ങോ ഉണ്ടെങ്കിൽ കാലി അയഡും ലൈക്കോപോഡിയും ഞാൻ കൊടുക്കാറുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരുവിധം ഈ ഒരു കാലിബൈക്കിന്റെ അല്ലെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജിലോട്ട് പോകുമ്പോൾ കാലിയൈഡിന്റെ സിംറ്റംസ് ഒക്കെ നമുക്കറിയാം. അത് പോകുമ്പം രാം സാറിന്റെ ക്ലാസ്സിൽ ആ ശ്രീലേഖ ഡോക്ടർ പലപ്പോഴും പറയാറുണ്ട് ടോർമെന്റഡ് ഫേസ്. എന്ന് വെച്ചാൽ അത്രയും ദുരിതം അനുഭവിക്കുന്ന മുഖമുള്ള കുട്ടികൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പേഷ്യൻസ് എന്നുള്ള രീതിയിലാണ് കാലിയേഡ് രാം സാറ് പറയാറുള്ളത്. അപ്പൊ കാലിയേഡും ലൈക്കോപ്പൊടിയും കൂടിയാണ് ഞാനത് ബ്ലൈൻഡ് എന്നുള്ള രീതിയിൽ അതൊരു ബ്ലാൻഡ് ആയിട്ട് കണ്ണും അടച്ച് ഞാൻ കൊടുക്കാറുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് ഇതുവരെ. അതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൊണ്ട് ശരി വെറൈട്രം വെറൈഡ് ഈ ടെമ്പറേച്ചർ വരുവാണെങ്കിൽ വെറൈട്രം വെറൈഡ് കൊടുക്കാറുണ്ട്. വെറൈട്രം വെറൈഡ് ഈ ഇടയ്ക്ക് വായിച്ചപ്പോഴാണ് അതിനകത്തുള്ള ആ ഒരു വാക്ക്, അതായത് ഇൻക്രീസസ് ദ ഇപ്സോണിക് ഇൻഡെക്സ് അഗെയിൻസ്റ്റ് ദ ഡിപ്ലോകോക്കസ് ന്യൂമോണിയ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം അപ്പം ഈ ന്യൂമോണിയ ഒരു സ്റ്റേജ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് അത് ഇപ്സോണിക് ഇൻഡെക്സ് എന്താണെന്നുള്ളത് റെഫർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ആ ഡിപ്ലോകോക്കസ് ന്യൂമോണിയ അങ്ങനെ തന്നെ ബോറിക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വെറൈട്രം വെറൈഡും നമുക്ക് ഒരു സ്റ്റേജ് വന്ന് ഒരു ബ്രോങ്കിൽ സ്റ്റേജിൽ കറ്റാറയോ ഒക്കെ വന്നിട്ട് ന്യൂമോണിയ പ്രിവെന്റ് ചെയ്യാനായിട്ട് വെറൈട്രം വെറൈഡ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ എന്ന് തന്നെ ഞാൻ പറയും. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ഒരു 100 കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പെർസെൻറ്റേജ് പറയാം, ഒരു 99 കേസും എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. അതായത് കാലിയേഡ് ലൈക്കോപോഡിയം പ്ലസ് ടെമ്പറേച്ചർ വരുവാണെങ്കിൽ വെറൈട്രം വെറൈഡും കൂടി കൊടുക്കുക. ചിലപ്പോൾ ഞാൻ ബെല്ലും കൂടി കൊടുത്തു വിടാറുണ്ട്. കാരണം ഞാൻ എൻ്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ നിറച്ച ഒരു പേഷ്യന്റ് അലോപ്പതി മെഡിസിൻ കഴിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ അവര് അങ്ങനെ അല്ലെങ്കിൽ രാത്രിയിൽ അലോപ്പതിയിൽ എടുത്തുകൊണ്ട് ഓടേണ്ടി വരുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് നമ്മളൊരു മെഡിസിൻ നമ്മൾ 1 2 അല്ലെങ്കിൽ 3 മെഡിസിൻ കൊടുത്ത് നമ്മുടെ ഇതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഓക്കെ ആയി എന്ന് പറയുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പിള്. അതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്, ഞാൻ ഉറപ്പ് തരികയാണ്. പക്ഷേ പ്ലസ് നമ്മുടെ ഒരു അറിവുണ്ട്. രാജേശ്വരി ഡോക്ടർ ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് കണ്ണു അടച്ച് അങ്ങോട്ട് വെറൈട്രം വെറൈഡ് കൊടുക്കുകയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു ഇൻഡിക്കേഷന് നമ്മൾ ബോറിക്ക് ഒന്ന് വായിക്കുക. ഇൻട്രൊഡക്ഷനിൽ ഇത് എഴുതിയിട്ടുണ്ട്. ആ ഡിപ്ലോകോക്കസ് ന്യൂമോണിയയ്ക്ക് എതിരായിട്ടുള്ള ആ ഇപ്സോണിക് ഇൻഡെക്സ് അതെന്ന് വെച്ചാൽ ഇമ്മ്യൂണിയോളജിയിലുള്ളതാ. അത് വർദ്ധിപ്പിക്കാൻ നല്ലതാണെന്നുണ്ട്. എനിക്ക് 100 കേസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 99 കേസും എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും മാനേജ്മെന്റ് പറയണം. വളരെ സ്ട്രിക്റ്റ് ആണ് ഞാൻ മാനേജ്മെന്റിന്റെ കാര്യം. കാരണം എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന കാര്യം പറയും, മുടി വെട്ടുന്ന കാര്യം പറയും. പക്ഷെ മുടി വെട്ടുമ്പോൾ ഇനി ഒരു പനി കഴിഞ്ഞ് മുടി വെട്ടുമ്പോൾ ഇപ്പൊ ഉള്ള ഒരു സ്റ്റൈലാണല്ലോ മുടിയിലൊക്കെ സ്പ്രേ ചെയ്യുക, വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുക അങ്ങനെ. അപ്പൊ ഞാൻ അതൊക്കെ പറയാറുണ്ട്, സ്പ്രേ ചെയ്യിക്കരുതെന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ അത്രയും നമ്മൾ ഓരോ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നമ്മൾ അത് ആ ശ്രീലേഖ ഡോക്ടർ പല ക്ലാസ്സിലും കഴിഞ്ഞ അക്യൂട്ട് കേസിന്റെ അതിൽ മാനേജ്മെന്റ് ആണ് ആ കുട്ടി ആദ്യം പറയുന്നത്. രാം സാറും അങ്ങനെ തന്നെ. മെഡിസിനോടൊപ്പം തന്നെ അവരെല്ലാവരും തന്നെ ഡയറ്റിന്റെ കാര്യത്തിലും ഓരോ കാര്യത്തിലും വളരെ സ്പെസിഫിക് ആണ്. അത് നമ്മൾ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞ മുടി വെട്ടിക്കുന്ന കാര്യത്തിൽ തന്നെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു പനി കഴിയുമ്പോൾ ആദ്യമായിട്ട് കുളിപ്പിക്കുമ്പോൾ എണ്ണ തേക്കാതെ ആദ്യം കുളിപ്പിക്കുക, പിന്നെ അടുത്ത ദിവസം ഒരു തുള്ളി എണ്ണ വെച്ച് ഉടനെ തന്നെ കുളിപ്പിക്കുക, പിന്നെ ഒരു സ്പൂൺ വെള്ളം, അങ്ങനെയൊക്കെ അത്രയും രസകരമായിട്ടും എന്നാൽ പേഷ്യൻസിന് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിലും പറഞ്ഞു. അതുകൊണ്ട് തന്നെ
നല്ലതുപോലെ നമ്മളുടെ മെഡിസിൻ കൊണ്ട് തന്നെ കൈക്കുഞ്ഞുങ്ങളെ വരെ മാനേജ് ചെയ്യാനായിട്ട് നമുക്കിപ്പം സാധിക്കുന്നുണ്ട്. ആ മാനേജ്മെന്റ് ഈസ് ടു ഇമ്പോർട്ടന്റ്. പ്രോട്ടോകോൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാലിയേഡ്, ലൈക്കപ്പൊടി, മെറൈഡ് ആ മെഡിസിൻസ് ഒക്കെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വെറൈട്രം വെറൈഡയുടെ പൊട്ടൻസി. സോറി വണ്ണം. മെറൈഡ് വണ്ണം. ബെൽഡോണ ഞാൻ ചിലപ്പോൾ 10 ആണ് കൊടുക്കുന്നത്. അത് ഞാൻ വെറും കുഞ്ഞുങ്ങളാണെങ്കിൽ ഞങ്ങൾ അക്വയിൽ ഡിസ്റ്റിൽഡ് വാട്ടർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കൊടുക്കും. അക്വയിലാണ് കൊടുക്കുന്നത്. 5 ml ഡ്രോപ്പിൽ ഒരു 1-2 ഡ്രോപ്പറാണ് ഈ 5 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ ഒഴിക്കുന്നത്. 1-2 ഡ്രോപ്പ് എടുത്തിട്ട് രാത്രി ടെമ്പറേച്ചർ വരികയാണെങ്കിൽ ഓക്കെ അത് കൊടുത്തോളാൻ പറയും. ഉറപ്പായിട്ടും ആ രാത്രി ഒരു ഇൻക്രീസിങ് ടെമ്പറേച്ചർ വരുമ്പോൾ നമ്മുടെ ഒരു മെഡിസിൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു ഇൻഡിക്കേഷനും ഇല്ലെങ്കിൽ ഞാൻ ഒരു റെസ്ക്യൂ റെമഡി എങ്കിലും പൊതിഞ്ഞു കൊടുക്കുക. ഡോക്ടർ ഒരു പൗഡർ, അത് അവരെ പറ്റിക്കലോ അങ്ങനെയല്ല, ഒരു കോൺഫിഡൻസ് ആണ്. റെസ്ക്യൂ റെമഡി ആണെങ്കിൽ നമുക്ക് അതിനകത്ത് തന്നെ നമ്മൾ റെസ്ക്യൂ റെമഡി അല്ലേ, അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എനിക്ക് ടെമ്പറേച്ചർ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അക്യൂട്ട് കേസുകൾ നല്ലതുപോലെ ഇപ്പം കിട്ടുന്നുമുണ്ട്. അപ്പൊ ഹോമിയോപ്പതി കൊണ്ട് നമുക്ക് വീണ്ടും ഇടയ്ക്ക് അക്യൂട്ട് കേസുകൾ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് തന്നെ അക്യൂട്ട് കേസുകൾ നല്ലതുപോലെ ഉണ്ട്. ഈ രീതിയിൽ മാനേജ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് ഒരു മെഡിസിൻ എന്നുവെച്ചാൽ വെറുതെ ഏതെങ്കിലും മെഡിസിൻ അല്ല, ഒരു ഇൻഡിക്കേഷൻ ഇപ്പൊ ഈവൻ ഇൻഡിക്കേറ്റഡ് റെമഡി ഇപ്പൊ ബെൽഡോണ നമ്മൾ മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു എക്സ്ട്രാ ഒരു ബെൽഡോണ വണ്ണം ഒരു പൊടിയായിട്ട് കൊടുത്തു നോക്കിയേ, അത് പേഷ്യൻസിന് ഒരു കോൺഫിഡൻസ് ആ ഡോക്ടർ അത് പറഞ്ഞല്ലോ ഈ മെഡിസിൻ കൊടുക്കുമ്പോഴത്തേക്കും രാവിലെ, പ്രത്യേകിച്ച് ഞാൻ പറയാറുള്ളത് രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ ടെമ്പറേച്ചർ മാറിയിരിക്കും എന്നാണ് പറഞ്ഞു തരാം. അത് നമ്മുടെ ഒരു കോൺഫിഡൻസ്. അപ്പൊ പേരൻസിനും അതൊരു ധൈര്യമായി. ഇപ്പം ഇടയ്ക്ക് കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരൻസ് നമ്മുടെ മരുന്ന് കഴിക്കും. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് പേരൻസ് വലിയവര് ഹോമിയോ മരുന്ന് കഴിക്കത്തില്ല, കുഞ്ഞുങ്ങളായിരുന്നു കഴിക്കും. ഇപ്പൊ നേരെ തിരിച്ചാ. എന്റെ കുറെ പേഷ്യൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാ നിങ്ങൾ വന്ന് മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, കുട്ടികൾക്ക് എന്താ കൊടുക്കാത്ത? അത് വെച്ചോണ്ട് എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ടേ മാഡം, മറ്റേതാണെങ്കിൽ ഗുളിക 3 നേരം അല്ലെ തുള്ളിമരുന്ന് 3 നേരം കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വളരെ രസകരമായിട്ട് കളിയാക്കി തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെ ക്യാൻവാസിങ് എന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ സിസ്റ്റത്തിന് ഇങ്ങനെ കഴിവുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ തമാശയിലൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരുവിധം ഈ പേരൻസ് വരുന്നവരുടെ എല്ലാം കുഞ്ഞുവാവകളെ ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കും നമ്മുടെ മെഡിസിൻ കൊടുക്കാനായിട്ട്. പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ എങ്ങനെ അത് നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു കഴിവ്. നിങ്ങൾ എല്ലാവരും ഇത് തന്നെ ചെയ്തു നോക്കി. നമുക്ക് ധാരാളം അക്യൂട്ട് കേസുകൾ കിട്ടും. നമുക്ക് പണ്ടൊക്കെ എനിക്കറിയാം, പണ്ടൊക്കെ നമുക്ക് ഒത്തിരി അക്യൂട്ട് കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് നമ്മൾ അക്യൂട്ട് കേസുകൾ ഇല്ലാതെ ഒന്ന് വിഷമിച്ചു. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ചേർത്തല ടൗണിൽ തന്നെ എത്ര ഹോസ്പിറ്റൽസ് ആണ് ഉള്ളത്. അപ്പൊ കുറ്റം പറയാൻ പറ്റില്ല. രാത്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പൊയ്ക്കളയും. അപ്പൊ നമ്മുടെ ഒരു മെഡിസിൻ അവിടെ ഉണ്ടെന്നെങ്കിൽ ഉറപ്പായിട്ട് അവർ ആ മെഡിസിൻ ട്രൈ ചെയ്യും. രാവിലെ ഉറപ്പായിട്ട് ഒരു 9 മണിക്ക്. എല്ലാ കേസുകളും, ചില കേസുകൾ പറ്റത്തില്ല, ചില കേസുകളിൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് കൺസൾട്ടേഷൻ വേണ്ടിയെന്നിരിക്കും. അങ്ങനെ അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറൊരു കാര്യം കൂടി, ഇതിനിടയ്ക്ക് സിസ്റ്റേഴ്സിന്റെ ഒരു വായിച്ച കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്. ലോക്കലി ആസ് എ വാഷ് ടു അറസ്റ്റ് ഫെറ്റിഡ് ഡിസ്ചാർജ്, അത് കൊള്ളാം. ഇപ്പം ജെറേനിയം മാക്കുലേറ്റം, അത് നല്ലതാണ്. ബാൾസമം പെറുവിനൊക്കെ ടിഞ്ചർ ലോക്കൽ വാഷിന് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കും. അതുമെല്ലാം ഈ ബാൾസമം പെറു ഇപ്പം സാറിന്റെ ക്യാൻസർ പേഷ്യൻസിന് എന്തെങ്കിലും ഫെറ്റിഡ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സിസ്റ്റേഴ്സിന് ഇങ്ങനെയൊരു ഞങ്ങൾ വായിച്ചപ്പോൾ കണ്ടതാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞാണ്. ഇത് കണക്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയാമോ? ഫെറ്റിഡ് ഡിസ്ചാർജ് എങ്ങനെ ഉണ്ടാവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ക്യാൻസറസ് അഫക്ഷൻ ആണല്ലോ സിസ്റ്റേഴ്സ് കനാഡൻസിന് കൂടുതൽ. അപ്പോൾ അതിനകത്ത് ആ ഒരു ഇൻഡ്യൂറേഷൻസോ അല്ലെങ്കിൽ അൾസറേഷൻസ് അങ്ങനെ ഉണ്ടാവുമ്പോൾ പിന്നെ ക്യാൻസറിന്റെ ഇതിൽ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഫെറ്റിഡ് ഡിസ്ചാർജ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് കണക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് റാനിങ്കുലസ് ബൾബോസസ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത് ഇന്റർകോസ്റ്റൽ സ്പേസിലെ വേദനയ്ക്കാണ്. അപ്പൊ അത് നമ്മൾ എല്ലാവർക്കും തന്നെ അത് അറിയാവുന്നതാണ്. അപ്പൊ അതിങ്ങനെ യാദൃശ്യ വായിച്ചപ്പം അതിന്റെ കണ്ട ഒരു സിംറ്റമാണ് ബോർക്കിന്റെ ലാസ്റ്റ് കണ്ടത്. എന്താ വെരിക്കോസ് വെയിനിന് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കാൻ ഞാനൊന്ന് നോക്കിക്കോട്ടെ. റാനിക്കുലസ് ബൾബോസിന്റെ വെരിക്കോസ് വെയിനാണ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കാൻ നല്ലതാണെന്ന് ഇങ്ങനെ ഒന്ന് വായിച്ച ഒരു ഓർമ്മയുണ്ട്.
അപ്പൊ ഇന്റർകൊസ്റ്റൽ സ്പേസിന്റെ വേദനയ്ക്ക് വളരെ നല്ലതാണെന്നും നമുക്കത് എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോറി, വെരിക്കോസ് വെയിൻ അല്ല കേട്ടോ, ക്രോണിക് സയാറ്റിക്കയ്ക്ക് വളരെ നല്ലതാണെന്ന്, വെരിക്കോസ് വെയിൻ എന്നല്ല, സയാറ്റിക്കൽ പെയിനിന് വളരെ നല്ലതാണെന്ന് എഴുതിയിട്ടുണ്ട്. റാനിങ്കിഡസ് ബൾബോസ് ഞാൻ ജസ്റ്റ് ഒരു അറിവിലേക്ക് പറഞ്ഞാണ്. ഇപ്പം ഇന്ന് എനിക്കൊരു വെരിക്കോസ് വെയിൻ വന്നപ്പോൾ ഞാൻ, പക്ഷേ വെരിക്കോസ് വെയിൻ ആണ്, അതാണ് എനിക്ക് തെറ്റിപ്പോയി. വെരിക്കോസ് വെയിൻ വന്നപ്പം നമുക്ക് റെസ്റ്റോക്സ് ഓയിൽ, ആർണിക്ക ഓയിലൊക്കെ അത് നമുക്കറിയായിരിക്കും, താഴേന്ന് മുകളിലോട്ടാണ് തടവാൻ പറയേണ്ടത്. വെരിക്കോസ് വെയിനിൽ നമ്മൾ പിന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ താഴേന്ന് മുകളിലോട്ട് മസാജ് ചെയ്യാനാണ് പറയേണ്ടത്. അത് ഇന്നൊരു വെരിക്കോസ് വെയിൻ കേസ് വന്നപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതാണ് ഇതുമായിട്ട് കൺഫ്യൂഷൻ ആയത്. റാനിങ്കുലസ് ബൾബോസസ് സയാറ്റിക്കയ്ക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കാൻ നല്ലതാണെന്ന്. അപ്പൊ സിസ്റ്റേഴ്സിന്റെ ഓൾമോസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്ത കാര്യം പറഞ്ഞു കഴിഞ്ഞ്, ഇനി വേറൊരു ഒരു രസകരമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ബാച്ച് ഇതിന്റെ നമ്മുടെ ഫ്ലവർ റെമഡിയാണ്. ഭാഗ്യലക്ഷ്മി മാഡം ഒരു പ്രാവശ്യം ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, മുള്ള് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ക്രാബാപ്പിൾ സിലീഷ്യയെക്കാട്ടിൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. ക്രാബാപ്പിൾ തന്നെയുമല്ല, നമ്മൾ പല പല ക്ലാസ്സുകൾ കേട്ടോണ്ട് നമ്മുടെ വായന കൊണ്ട് നമുക്കറിയാം, യൂണിവേഴ്സൽ ക്ലെൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് ക്രാബാപ്പിൾ യൂസ് ചെയ്യാം. ഇപ്പൊ ഈവൻ സ്കിൻ കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാല്. ഒരു ദിവസം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു മുള്ള് തൊണ്ടയിൽ പോയി. അപ്പൊ എനിക്കിത് ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയായിട്ട് ഞാൻ മിണ്ടിയില്ല. ഏട്ടന് അച്ഛനും മോനില്ലായിരുന്നു, അച്ഛന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാണ് ഞാൻ ഉണ്ണാനിരുന്നത്. മിണ്ടാതെ വന്നപ്പോ ഏട്ടനോട് പറഞ്ഞു, എനിക്കറിയാം ഉടനെ മരുന്നെടുത്ത്, മിണ്ടാതെ വന്ന് ഞാൻ വന്ന് അടുക്കളയിൽ നിന്ന് ഒരു അക്ഷരം മിണ്ടുന്ന തൊണ്ടയെ കൊണ്ടിട്ട് അനങ്ങാൻ പറ്റത്തില്ല എനിക്ക്. മിണ്ടാതെ വന്ന് ക്രാബാപ്പിൾ എടുത്ത് കഴിച്ച് തിരിച്ച് ഞാൻ അടുക്കളയിൽ പോകുന്നതിന് മുമ്പ് എനിക്കത് മാറി. ഉറപ്പായിട്ട് നിങ്ങൾ കഴിച്ചോ, പേഷ്യൻസിന് കൊടുത്തോ, മാറും. വേറെ അത് ഭയങ്കര ഒരു ഞാൻ തന്നെ അനുഭവിച്ച കാര്യമാണ് ക്രാബാപ്പിൾ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദേവൻ ഡോക്ടറോട് പറയുന്നത് പോലും, ഏട്ടാ ഞാൻ ഇങ്ങനെയായിരുന്നു എനിക്ക്, അപ്പം ക്രാബാപ്പിൾ കഴിച്ചു, നല്ല റിസൾട്ട് കിട്ടി, മാറി എന്ന് എനിക്ക് പറഞ്ഞു. അതൊന്ന് ആ ഒരു മനസ്സിൽ അത് ഓർമ്മയുണ്ട്. വേറൊരു കേസൂടെ ഞാൻ പറയാം. അപ്പം ഒരു ദിവസം എന്താ ഒരു പേഷ്യന്റ്, ഞങ്ങളുടെ ഡിസ്പെൻസറി ഫുൾ ഗ്ലാസ് ആണ്, ഈ കാണുമ്പോൾ അറിയാം ഫുൾ ഗ്ലാസ്. അപ്പൊ പേഷ്യൻസ് വരുന്നതേ കാണാം. അപ്പൊ ഗേറ്റിന്റെ അവിടെ നിന്ന് വന്ന് ആ കുട്ടി, അപ്പൊ അതിന് മുമ്പേ അതിന്റെ അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോ വരുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവരാണെന്ന്. അപ്പൊ അതിന് മുമ്പേ വേറെ പേഷ്യൻസ് ഒന്നും വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് മനസ്സിലായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ ആ കുട്ടി 10-35 വയസ്സോ മറ്റേ ഉള്ളൂ. അത് നേഴ്സിംഗ് കോളേജിലെ ട്യൂട്ടറാണ്, ആലോചിച്ച് നോക്കണം. വന്ന് അപ്പം ഞാനൊരു പേഷ്യന്റുമായിട്ട് സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ഡോറ് തുറന്ന് കയറി വരാൻ പറയുന്നുണ്ട്. അപ്പൊ എനിക്കത് ആ ഒരു സംസാരം എനിക്ക് മാറ്റാനും പറ്റുന്നില്ല. ഇരിക്കാൻ പറഞ്ഞപ്പോ ആ കുട്ടി ഇരിക്കുന്നില്ല. ഇരിക്കാതെ അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റ ഒറ്റ ഒരു ഇതായിട്ട് അങ്ങ് ഇരിക്കുക, കസേരയിൽ ഫുള്ളി ഇരിക്കാൻ പറ്റുന്നില്ല അതിന്. അപ്പൊ ഞാൻ ഇത് ഇടയ്ക്കൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ എനിക്ക് എന്താ നമ്മളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എനിക്കൊരു പെരിയനൽ അബ്സസ് ആണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഒന്നും ആ കോൾ, എനിക്ക് ഒരു പേഷ്യന്റ് ആയതുകൊണ്ട് എനിക്ക് കോള് കട്ട് ചെയ്യാനും വയ്യ. എന്നാൽ ഈ മോളുടെ ഈ ബുദ്ധിമുട്ട് സഫറിങ് കാണുമ്പോൾ എനിക്ക് അത് എന്താ പറയാ, മരുന്നൊന്നും കൊടുക്കാതിരിക്കാനും പറ്റുന്നില്ല. എനിക്ക് ആ ഓർമ്മയുണ്ടായിരുന്നു ക്രാബാപ്പിളിന്റെ ആ യൂണിവേഴ്സൽ ക്ലിൻസർ. എനിക്ക് വേറെ സിംറ്റംസ് ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ, ചോദിക്കാനും പറ്റുന്നില്ല ഈ കോളിലായതുകൊണ്ട്. അതൊരു എമർജൻസി കോളാണ്. ഞാൻ പോയി ഫാർമസിയിൽ പോയി ക്രാബാപ്പിൾ എടുത്തു, കൊടുത്തു. കുറച്ച് ഇങ്ങനെ ഓരോ സമയം കഴിയും തോറും ഈ കൊച്ചി അവസാനം നേരെ ഇരുന്നു. അതും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ക്രാബാപ്പിളിന്റെ കൂടെ തന്നെ പിന്നെ ഞാനൊന്ന് എക്സാമിൻ ചെയ്തു. അതെന്ന് വെച്ചാൽ കഴിയുന്നതും നമുക്ക് പേഷ്യൻസിന് നമ്മളെ ഒന്ന്, ലേഡീസ് പൊതുവേ നമ്മൾ ലേഡീസ് ഡോക്ടേഴ്സിനെ വരുന്നതന്നെ അവരുടെ ഒരു വിശ്വാസമാണ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കും എന്നുള്ളത്. അപ്പൊ എനിക്കിപ്പോ പ്ലെന്റി ഓഫ് ടൈം ഉള്ളത് കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന കേസുകളൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും മെയിൽ പേഷ്യന്റ് ആണെങ്കിൽ, ഇപ്പൊ സാറ് ദേവൻ ഡോക്ടർ ഇല്ലാത്ത സമയത്താണെങ്കിൽ മോനുള്ളപ്പം മോനുമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാറുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ഒരു എക്സാമിനേഷൻ ഈസ് ടു ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലായ കാര്യം. അങ്ങനെ അത് പരിശോധിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു പെനിയനിൽ ആബ്സസ് ആയതുകൊണ്ട് ആ മോൾക്ക് അവിടെ ഇരിക്കാനുള്ള പ്രയാസം അതുകൊണ്ട് പിന്നെ വന്നത് പോലുമില്ല. കാരണം ഞാൻ പിന്നെ അതിന്റെ കൂടെ ഹെപ്പാസൾഫൂടെ കൊടുത്തു വിട്ടു 30, കാരണം അതൊന്ന് ക്ലീൻ ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ക്രാബ് ആപ്പിളിന്റെ രസകരമായ ഈ 2 കേസ്, ഒന്ന് സെൽഫായിട്ട് എനിക്കുള്ളതും പിന്നെ ആ ഒരു എന്താ നേഴ്സിംഗ് കോളേജില് ട്യൂട്ടർ ആണെന്ന് ആലോചിക്കണം. അപ്പൊ അത് അലോപ്പതി മെഡിസിൻ ഒന്നും അങ്ങനെ കഴിക്കാറില്ലെന്ന് തന്നെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും.
ഓക്കെ, ഇനി വേറൊരു കേസ് പറയാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ മാഡം? ഉണ്ട്. ആ, ഇനി എനിക്കൊരു എനിക്ക് മെനപ്പോസൽ കേസ് കുറെ, ഫോർ എക്സാമ്പിൾ അങ്ങനെ പറയുന്നതിന് എനിക്ക് മടിയില്ല. കാരണം നമ്മളും ആ പ്രായം കഴിഞ്ഞു, ഞാനും ഒരുപാട് സിവിയർ ആയിട്ട് ആ ഒരു ഫേസ് തരണം ചെയ്ത ഒരാളാണ്. നമ്മളുടെ മരുന്നിൽ തന്നെ എന്താ പറയാ, ഭയങ്കരമായിട്ട് സഫർ ചെയ്തു. വേറെ ആരെങ്കിലും ആണെങ്കിലും എന്നെ ഹിസ്റ്റക്ടമി ചെയ്തേനെ. അപ്പൊ അതുകൊണ്ട് തനിയെ തന്നെ നമ്മളുടെ മെഡിസിൻ കഴിക്കുന്നതിന്റെ ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടും മെനപ്പോസൽ ബ്ലീഡിങ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ എനിക്ക് നല്ലതുപോലെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള കുറെ അധികം മെനപ്പോസ് ബ്ലീഡിങ് കാരുണ്ട് എനിക്ക്. എല്ലാവരും തന്നെ നല്ലപോലെ മാനേജ് ചെയ്യുന്ന, സർജറി ഫിക്സ് ചെയ്തവർ തന്നെ പോലും നമ്മുടെ മരുന്ന് കൊണ്ട് തന്നെ ഇനി ഒന്നും സ്കാൻ പോലും ചെയ്യേണ്ട മാഡം എന്ന് പറയും. കാരണം അവർക്ക് സിംറ്റംസ് ഒന്നുമില്ല, ചിലർക്കൊക്കെ ബ്ലീഡിങ് നിന്നു, അങ്ങനെ ഒരു കേസ്. അപ്പൊ ഇതൊരു അങ്കണവാടി ടീച്ചറായിരുന്നു, 48 വയസ്സോ മറ്റോ ആണ്. അപ്പോ അതിന്റെ അനിയത്തി എന്റെ ഒരു അലർജി പേഷ്യൻസിന് അലർജിക്ക് വേണ്ടി കഴിച്ച് രണ്ടാമത്തെ കൺസൾട്ടേഷനിൽ തന്നെ മാറിയത് കൊണ്ട് ആ കുട്ടി എന്റെ ചേച്ചി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോ ഞാനിങ്ങനെ അലോപ്പതി അവിടെ നമ്മുടെ ചേർത്തല താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി കണ്ടു. ഒരു സെക്കൻഡ് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ പോലും ആ ഗൈനക്കോളജിസ്റ്റിന്റെ കാര്യം ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. കാരണം ഒരു ക്രോമസോമൽ അനോമലി കേസാണ് ആ സാറ് ഡോക്ടർ പറഞ്ഞത്. ഹോമിയോപ്പതി തട്ടിപ്പാണ്, ക്രോമസോമൽ അനോമലി ഒക്കെ മാറുമോ മരുന്ന് കൊണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ആ കേസ് 5th സ്കാനിങ്ങിൽ പോലും സോഫാർ ഒരു കുഴപ്പവും ഇല്ല. ഞാൻ അന്ന് പറഞ്ഞ മെഡിസിൻസ് ആണ് മെർസോൾ 50 mg പറഞ്ഞിരുന്നു ഒരു ഡോസ്, പ്ലസ് സിഫിലിനം 10 mg ഇന്റർ കറന്റ് ആയിട്ട് കൊടുത്തു. പ്രീവിയസ് 2 കേസുകളും 2 പ്രഗ്നൻസിയിലും, ഒന്ന് ഫസ്റ്റ് പ്രഗ്നൻസി 5th മന്തിലും, സെക്കൻഡ് പ്രഗ്നൻസി 3rd മന്തിലും സിവിയർ ഡിഫക്റ്റ് ആയിട്ട് അബോർട്ട് ചെയ്ത കേസായിരുന്നു. 3rd പ്രഗ്നൻസിയിൽ നമ്മുടെ മെഡിസിൻ കൊണ്ട് സോഫാർ 5ാമത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്താണ് ഈ കേസ് പോയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാം നോക്കിയപ്പം മെനപ്പോസൽ ബ്ലീഡിംഗ് എന്നൊന്നും എഴുതിയിട്ട് DUB ആണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആണ്. അപ്പൊ നോൺ കോപ്പറേറ്റീവ് പേഷ്യന്റ് എന്ന് എഴുതിയിരിക്കുന്നത്. എനിക്ക് ആകെ ഒരു പേടിയായി. എന്ന് വെച്ചാൽ അന്ന് മോനില്ല, സാറും ഇല്ല ഇവിടെ, ഞാൻ ഒറ്റയ്ക്കാണ്. ഏട്ടൻ അങ്ങോട്ട് പ്രാക്ടീസിന് പോയി. ഞാൻ നോക്കിയപ്പോ ഈ പേഷ്യന്റ് ഇവിടെ അനിയത്തി എന്തായാലും ഭാഗ്യത്തിനുണ്ട്. ഞാൻ ശകലം ഒന്ന് മാറിയിരുന്നു. ഈ എന്താണ് ഈ നോൺ കോപ്പറേറ്റീവ് പേഷ്യന്റ് എന്ന് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു പേടി പോയി. ദൈവമേ, ഇനി എന്താ ഇനി വല്ല കുഴപ്പമുണ്ടെന്ന് ആ OP ടിക്കറ്റിൽ എഴുതി വെച്ചിരിക്കും. അവസാനം ചോദിച്ച് വിവരം കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായിപ്പോയി. കാരണം ഫസ്റ്റ് കൺസൾട്ടേഷൻ ഈ കുട്ടി പോയി ചെയ്തു, ഭയങ്കര ബ്ലീഡിംഗ് ആയിട്ട്, ഒരു രക്ഷയില്ലാത്ത ബ്ലീഡിംഗ് ആണ്. പോയി പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോ സെക്കൻഡ് കൺസൾട്ടേഷനിൽ ചെല്ലുമ്പോൾ ആ പേഷ്യന്റിനോടൊന്ന് പറയണ്ടേ, ഇത് മാറുന്നില്ലെങ്കിൽ ഒന്ന് DNC ചെയ്യണം എന്നുള്ളതൊന്ന് പറയണ്ടേ. ഈ പിന്നെ ചേർത്തല ഹോസ്പിറ്റല് നമുക്കറിയാം, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അവർക്കിത് വളരെ നിസ്സാരമായിരിക്കും. പക്ഷെ ഈവൻ ഒരു അനസ്തേഷ്യോ ഒന്നും കൊടുക്കാതെയാണ് ആ ഒരു സെക്കൻഡ് കൺസൾട്ടേഷനിൽ DNC ചെയ്ത്. അപ്പൊ അതിന്റെ ഒരു പെയിൻ കണ്ടു കാണുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ അതിന്റെ ഒരു വേദനയോ ബുദ്ധിമുട്ടോ വന്നു കാണും. അതിനാണ് ഈ ഒരു നോൺ കോപ്പറേറ്റീവ് പേഷ്യന്റ്. എനിക്കത് വലിയ സങ്കടമായി പോയി അത് കണ്ടപ്പോ. അല്ലെങ്കിൽ നമ്മൾ അവരെ ഒന്ന് അവെയർ ആക്കണം അല്ലെ. ഇതിങ്ങനെയാണ് സെക്കൻഡ് കൺസൾട്ടേഷൻ ചെല്ലുമ്പോ ഡോക്ടർ പറയേണ്ടിയിരുന്നു. അപ്പൊ ആ അനിയത്തി പറയുന്ന ചേച്ചിയെ വിളിച്ചോണ്ട് അങ്ങ് പോയെന്ന് അങ്ങ് പറഞ്ഞു. അപ്പം അതിനാണ് നോൺ കോപ്പറേറ്റീവ് പേഷ്യന്റ് എന്നുള്ളത്. അതോടുകൂടി അവിടുത്തെ ചികിത്സയെ മതിയാക്കി അനിയത്തി എൻ്റെ അടുത്ത് വിളിച്ചോണ്ട് വന്നു. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയാം. അപ്പം ഭയങ്കര ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ കൊടുത്ത മരുന്നുകളൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞു വേറൊരു കാര്യത്തിലോട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ കൂടെ ഇച്ചിരി വണ്ണമുള്ളൊരു കുട്ടിയാണ്. അപ്പൊ അതിന്റെ കണ്ണ് ഒരെണ്ണം വയ്യാതെ. പക്ഷെ അത് കണ്ണ് വയ്യാത്തത് കൺജനിറ്റിലല്ല, ഉറുമ്പോടി വെച്ചോ കണ്ണിൽ വീണിട്ടോ കണ്ണിന്റെ കാഴ്ച പോയതാ. ഓക്കെ, അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും കാൽക്കേരിയ കാർബ് കൊടുത്തു. കാൽക്കേരിയ കാർബ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ബ്ലീഡിങ്ങിനുള്ള മെഡിസിൻസ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയുന്നതിന് ഒരു മടിയുമില്ല. ഞാൻ ഒന്നിലധികം മരുന്നുകൾ തന്നെ കൊടുക്കും. പക്ഷേ ഞാൻ ആ ഒരു ബ്ലീഡിങ് റെമഡീസ് പറയാനല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കാറുണ്ട്. ഞാൻ ഇപ്പം എനിക്ക് സമയം കൂടി ഉള്ളത് കൊണ്ട്, നേരത്തെ സമയമില്ല എന്നുള്ളതല്ല, എങ്കിലും നമുക്ക് മാഡത്തിനും അറിയാലോ, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ അഹിംസ ഒക്കെ വന്നിറക്കുക, എല്ലാം ടെക്നോളജി കൂടി വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് നമുക്ക് പേഷ്യൻസുമായിട്ട് സർവീസിൽ ഇരിക്കുമ്പോൾ ഉള്ള മുഖത്ത് നോക്കിപ്പോലും ഒന്ന് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. എന്ന് വെച്ചാല് പേഷ്യൻസിന്റെ ആധിക്യവും, പിന്നെ ഈ റെക്കോർഡ്സ് എല്ലാം നമ്മൾ സൂക്ഷിക്കണം, പിന്നെ എല്ലാം ടൈപ്പ് ചെയ്ത് കയറ്റണം എന്നൊക്കെ ഉള്ളത് കൊണ്ട്
അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പ്രാക്ടീസ് ആയി കഴിഞ്ഞ് റിട്ടയർമെന്റ് കഴിഞ്ഞ് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് കേസ് വന്നാലും ഭയങ്കര ഡീറ്റെയിൽഡ് ചെക്കപ്പാ. അപ്പൊ ഒരു പനി വന്നു കഴിഞ്ഞാൽ ചെവി അത് ഇതെല്ലാം നോക്കും. അപ്പൊ ചെവി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്തെങ്കിലും ഒരു വെറ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ അവരോട് പറയുക, അങ്ങനെ ശ്രദ്ധിക്കേക്കട്ടെ. അപ്പൊ ഞാൻ ഈ BP നോക്കുമായിരുന്നു. BP നോക്കിയപ്പോ എപ്പോ നോക്കുമ്പോഴും ഒരു 160 100 110, ഒരു 170 100 അല്ലെ 170 100 110. എനിക്ക് അങ്ങ് പേടിയാ. കാരണം എന്ന് വെച്ചാൽ അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ അനിയനുണ്ട്. അപ്പൊ അനിയൻ പക്ഷെ വേറെ ഹോമിയോ ഡോക്ടറെ കാണിക്കുന്നത്. അനിയനുണ്ട്. അനിയനും ഞങ്ങൾക്കെല്ലാം പാരമ്പര്യമായിട്ട് ഇങ്ങനെയാ മാഡം എന്നാ പറയുന്നത്. അവര് വലിയ ചിരിയായിരുന്നു. എനിക്കാണ് ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ട്രീറ്റ്മെന്റിലായിരിക്കുമ്പോ ഈ ഒരു 170 110 BP കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമാണല്ലോ. ഇങ്ങനെ ഞാൻ റെഫർ ചെയ്തു. ഞാൻ ഇങ്ങനെ ഒരുപാട് റെഫർ ചെയ്ത് പിന്നെ എന്തായാലും കാൽക്കരി കാർബ് കൊടുത്തു. ഞാൻ കൽക്കരി കാർബിന്റെ കൂടെ വേറെ മെഡിസിനും സ്വാഭാവികമായിട്ടും ബ്ലീഡിങ് റെമഡീസ് ഒക്കെ ഞാൻ കൊടുത്തു. അപ്പൊ ഒരുവിധം മാനേജ് ചെയ്യുന്നുണ്ട് ബ്ലീഡിങ്. മെൻസസിന്റെ ഒരുപാട് ദിവസമൊന്നും നിൽക്കുന്നില്ല. ഞാൻ ആ മെഡിസിൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഈ BP മാനേജ് ചെയ്ത കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നോക്കി അഡ്രീനാലിൻ കൊടുത്തു. അഡ്രീനാലിൻ കൊടുത്തപ്പോഴേ ഞാൻ അന്നേരം ഡോക്ടറോട് ഡിസ്കസ് ചെയ്യല്ലോ. സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അഡ്രീനാലിൻ ചിലർക്ക് എഫക്റ്റീവ് ആകും, ചിലർക്ക് എഫക്റ്റീവ് ആകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തോ ഹൈ BP എന്നോ അങ്ങനെ എന്തോ ഒരു ഇൻഡിക്കേഷനിലാണ് ഞാൻ അഡ്രീനാലിൻ കൊടുത്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒന്നും കുറയുന്നില്ല. അതിന് സന്തോഷത്തിലൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോഴാണ് അത് ചിലപ്പോഴൊക്കെ റിസൾട്ട് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വലിയ ഓടിച്ചെന്ന് വലിയ സന്തോഷത്തിലാണ് ഞാനിങ്ങനെ അഡ്രീനാലിൻ കൊടുത്തേട്ടാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് വലിയ ഇത് കാണത്തില്ലെന്ന് വെച്ചാൽ അദ്ദേഹം വേറെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നേരം എനിക്ക് സങ്കടം, ഇവർക്ക് മാറ്റണമല്ലോ, നമ്മുടെ വാശിയല്ലേ. അങ്ങനെ ഞാൻ വീണ്ടും റെഫർ ചെയ്തപ്പം ഒരു സിംറ്റം കണ്ടത് 45 ആ ഒരു സിംറ്റം കണ്ടത് ഇത് ഹൈ ബ്ലഡ് പ്രഷർ ഡ്യൂ ടു ഡിസ്റ്റേർഡ് നെർവസ് മെക്കാനിസം. ഓറം മൂർ നേട്രോനേറ്റോസും മാത്രമാണ് കിടക്കുന്ന ഒറ്റ മെഡിസിനേ ഉള്ളൂ. ഹൈ ബ്ലഡ് പ്രഷർ അത് നമുക്ക് റെപ്പർട്ടറിയിലും ഉണ്ട്, ബോറിക്കിലും അങ്ങനെ തന്നെ ഉണ്ട്. ഹൈ ബ്ലഡ് പ്രഷർ ഡ്യൂ ടു ഡിസ്റ്റർബ്ഡ് നെർവസ് മെക്കാനിസം, ഓറം മൂർ നേട്രോനേറ്റോസും. ഞാൻ അന്നേരം ഒന്ന് തിരിച്ച് ചിന്തിച്ചു. അപ്പൊ ഇവർക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ടോ ഞാൻ ആ കേസ് എടുത്തില്ല. പോളിപ്പ് ഉണ്ടായിരുന്നു, സീഡ്ലിംഗ് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതെല്ലാം കൂടി വെച്ച് ഞാൻ പിന്നെ എന്തായാലും ഓറം മൂർ നേട്രോനേറ്റോസും ഞാൻ 30 കൊടുത്തു തുടങ്ങി. 30 കൊടുത്തു തുടങ്ങിയപ്പം അപ്പൊ നമുക്കറിയാമല്ലോ ഇത് നോക്കി തുടങ്ങുമ്പോൾ ഉള്ളൊരു അവസ്ഥ, ഒരു ചെറിയൊരു വ്യത്യാസം പോലെ കണ്ടു തുടങ്ങി. 110 എന്നൊക്കെ ഉള്ളത് കുറേശ്ശെ കുറയാൻ തുടങ്ങുന്ന പോലെ തോന്നി. അവസാനം ഇതിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് തന്നെ നല്ലതെന്ന് വെച്ചാൽ ഒരു 150 90 വന്നു. അപ്പൊ എനിക്ക് ഞാൻ എന്ന് വെച്ചാൽ ആ ഒരു യൂട്രൈൻ കംപ്ലൈന്റ് തിരിച്ച് ഞാൻ ചിന്തിച്ചു. അത് ഒരു യൂട്രൈൻ കംപ്ലൈന്റ് ഉള്ള ലേഡിയാണ്, മെനപ്പോസൽ ഇതുണ്ട്, എന്തായാലും ആ ഓറം മൂർ നേട്രോനേറ്റോസും പിന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഇൻഡിക്കേഷൻ വന്നത്. ഹൈ ബ്ലഡ് പ്രഷർ ഡ്യൂ ടു ഡിസ്റ്റർബ്ഡ് ഫംഗ്ഷൻ ഓഫ് നെർവസ് മെക്കാനിസം. 30 കൊടുത്തു ഞാൻ. 30 ആദ്യം 3x ആണ് കൊടുത്തത്, അത് കഴിഞ്ഞ് 30 കൊടുത്തു. ഞാൻ അതൊന്നും ചേഞ്ച് ചെയ്തതേ ഇല്ല. 30 പിന്നെ 30 കൊടുത്ത് പിന്നെ ഞാൻ 1 കൊടുത്തു. അപ്പോൾ ഏകദേശം ഒരു 8 മാസം കഴിഞ്ഞു. 8 മാസം കഴിഞ്ഞ് 9 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ആ ബ്ലീഡിങ് ഒരുവിധം നല്ലതുപോലെ തന്നെ കൺട്രോളായി. കാരണം എല്ലാം യൂട്രൈൻ മെഡിസിൻസ് ആണ് ഇതിലെ കൊടുത്തത്, വേറെ മെഡിസിൻ ഞാൻ പറയുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 10 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ നാൾ ഈ പേഷ്യന്റിനെ കാണുന്നില്ല. ഇടയ്ക്ക് എപ്പോഴും ഒന്ന് എന്നെ വിളിച്ച് ഡോക്ടർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചെങ്കിൽ പിന്നെ വന്നില്ല. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് സിവിയർ ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പൊ ഇടയ്ക്ക് BP ചെക്ക് ചെയ്തോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വെപ്രാളമല്ലേ. റോൾഫിയ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന പേഷ്യന്റ് വരെ ഞാൻ പിന്നെ അതങ്ങ് നിർത്തിച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം റോൾഫിയ. ഞാനിപ്പം നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആകുമ്പം റോൾഫിയ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ള ഒരു അങ്ങനെ നേരത്തെ പോലെ അങ്ങനെ കൊടുക്കത്തില്ല. നമ്മൾ അങ്ങനെയാണല്ലോ കൂടുതൽ എക്സ്പെർട്ട് ആകുന്നതും. അത് സ്റ്റോപ്പ് ചെയ്യിച്ചിരുന്നു ഞാൻ. എന്തായാലും ഒരു 3 മാസം കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴും ഞാൻ നോക്കുമ്പോൾ അവർക്ക് 160 90 എന്നുള്ളത് അത് ഓറം മൂർ നേട്രോനേറ്റോസത്തിന്റെ റിസൾട്ട് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം എന്ന് വെച്ചാൽ കാൽക്കരി കാർബൊക്കെ കൊടുത്തിട്ടൊന്നും റിസൾട്ട് കിട്ടാഞ്ഞത്. അപ്പൊ അതങ്ങനെ. അപ്പൊ ഈ ഒരു കേസ് ഉള്ളത് കൊണ്ട് അതിനുശേഷം എനിക്ക് വേറൊരു ലേഡിയുടെ അതിങ്ങനെ ഞാനൊരു ആവശ്യത്തിന് ഒരു ഓഫീസിൽ ചെന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞാണ് അവർക്ക് കുറെ അധികം ഓപ്പറേഷൻസ് നടന്നു, ഹിസ്റ്റക്ടമി നടന്നു, കൊളിലിറ്റിയാസിസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സർജറി യെസ് അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു കേസും അതും കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പം അവർക്ക് ഇതുപോലെ 40, അപ്പൊ അവർക്കിപ്പം 56 വയസ്സുണ്ട്. അപ്പൊ അവരും ഈ പറഞ്ഞതുപോലെ പിന്നെ
പറയുന്നത് എനിക്ക് 40 വയസ്സ് തൊട്ടേ BP ഉണ്ട് മാഡം എന്നാ പറയുന്നത്. അപ്പൊ എനിക്ക് പക്ഷെ അന്നേരം എനിക്ക് അന്ന് എനിക്ക് ഈ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് അപ്പൊ ഇവർക്ക് ഹിസ്റ്റക്ടമി ചെയ്തല്ലേ. പിന്നെ ഒരു കാര്യം, നല്ല നല്ല സുന്ദരിയാ കാണാന്. പിന്നെ തന്നെയുമല്ല, ഈ ഒരു കഥ പോലെയാ അങ്ങനെ പറയുന്നത് നമ്മളോട്. സിംറ്റം നമുക്ക് കേട്ടിരിക്കും, നമ്മളും കേട്ടങ്ങ് ഇരുന്നു പോകും ആ രീതിയിൽ. ഓഫീസിൽ ചെന്നാലും അങ്ങനെ തന്നെ. നമുക്ക് പെട്ടെന്ന് തന്നെ എണീറ്റ് വരാനൊന്നും പറ്റത്തില്ല. അപ്പൊ കഥ പോലെ അങ്ങ് പറയും. അപ്പൊ എനിക്ക് ആദ്യമേ തന്നെ ലാക്കസിസ് ആണോ, പക്ഷെ ലാക്കസിസിന് നമുക്കറിയാം ജമ്പ് ചെയ്യുമല്ലോ. എന്നിട്ട് എനിക്ക് ലാക്കസിസ് ഞാൻ കൊടുത്തില്ല, ഈ ഒരുപാട് പഠിച്ചു പോയാലുള്ള കുഴപ്പമെന്നുള്ള പോലെ. അപ്പം അത് തന്നെ ഞാൻ ആ കേസൊന്നും എടുത്ത് പോളിലിത്തിയാസ് അതുണ്ടായിരുന്നു. അത് സർജറി ചെയ്തു, ഹിസ്റ്റക്ടമി ചെയ്തു. പിന്നെ അപ്പൻഡിക്സിനെ കാണാനേ ഇല്ല, എവിടെ പോയെന്ന് അറിയാൻ വയ്യ. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അതാണ് ഞാൻ പിന്നെ എന്തായാലും വന്നതല്ലേ, കാരണം എന്തായാലും ഇതുകൊണ്ട് വന്ന്. പക്ഷെ ഞാൻ ഐറിസ്റ്റെനക്സ് ഒക്കെ കൊടുത്തു, കാരണം ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. പിന്നെ ആ കൊളിലിറ്റിയാസിസ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് സർജറി ചെയ്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതിന് സർജറി ചെയ്തില്ല. അപ്പൊ ഞാൻ കൊളിലിറ്റിയാസിസിന് നമുക്കറിയാം സിയോനോന്തസ് ഉണ്ട്, ബെർബറിസ് വൾഗാരിസ് ഉണ്ട്, കാൽക്കരിയ കാർബ്. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ചെയ്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ മാനേജ് ചെയ്ത്. കാരണം അവര് എല്ലാ മാസത്തിൽ 2 പ്രാവശ്യം ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്ന കാര്യം ഇത് നമ്മുടെ മെഡിസിൻ കൊണ്ട്. അതായത് അന്ന് ഞാൻ കൊടുത്തത് എപ്പിസ് വണ്ണം കൊടുത്തിട്ടുണ്ട്, ബെർബറിസ് വൾഗാരിസ്, കൊളസ്ട്രിനം 6E കൊടുത്ത്, പിന്നെ മാക്ഫോസ് 6X കൊടുക്കും കൂടുതൽ പെയിൻ വരികയാണെങ്കിൽ. അവര് പിന്നെ നമ്മുടെ എന്നാണോ നമ്മളുടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത് അതിന് ശേഷം അവർ ഹോസ്പിറ്റലൈസ് ആയിട്ടേ ഇല്ല. അവർ സ്കാൻ ചെയ്തതും ഇല്ല. ഇപ്പൊ 7-8 മാസത്തോളം നമ്മളുടെ മരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ വരുന്നത് പോലില്ല. എനിക്ക് ഉറപ്പുണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പൊ ആ ഒരു ഓർമ്മയുള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ ഐറിസ്റ്റെനക്സും കൊളസ്ട്രിനും കൊടുത്തു. കൊളസ്ട്രിനും കൊടുത്തു കഴിഞ്ഞിട്ട് ട്രാഗേരിയ വെസ്റ്റ കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ ഒരു സ്റ്റോൺ ഫോർമേഷൻ, അത് ഇപ്പൊ ആവർത്തിച്ച് ഈ ക്ലാസ്സുകളിലെല്ലാം പറയുന്നുണ്ട്. ട്രാഗേരിയ വെസ്റ്റ എന്ന് പറയുന്നത് സ്ട്രോബെറി ആണ്. പ്രിവെൻസ് ഫോർമേഷൻ ഓഫ് കാൽക്കുലേ ഉണ്ട്, പ്രിവെൻസ് ഗൗട്ട് ഫോർമേഷൻ ഉണ്ട്, പ്രിവെൻസ് ടാർട്ടാർ ഫോർമേഷൻ ഉണ്ട് ഫ്രാജേറിയ വെസ്കയൊക്കെ. അപ്പൊ ഈ ഒരു ആക്ഷൻ ഉള്ളതുകൊണ്ട്, ആ ഒരു ഓർമ്മയുള്ളതുകൊണ്ടും, എനിക്കിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ കുറെ സ്റ്റോൺ കേസ്, റീനൽ കിഡ്നി സ്റ്റോൺ കേസ് ഉണ്ട്. അപ്പം ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഫ്രാജേറിയ വെസ്ക ടിഞ്ചറോ അല്ലെങ്കിൽ ഓസിമം ഗാനം അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് കൊടുത്തു. ഇത് നല്ലൊരു കേസ് അവിടെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൊടുത്തു വിട്ടിട്ടും ഞാൻ എന്നിട്ട് ലാക്ടേസ് കൊടുത്തില്ല. 4 മിനിറ്റ് ആണ്. എന്തോ 4 മിനിറ്റ്. അയ്യോ, അപ്പൊ ഇതോടെ പറഞ്ഞു നിർത്താം. ഓക്കെ, ഇത് നല്ലൊരു കേസാ. അപ്പം പെട്ടെന്ന് പറയാം. അപ്പൊ TSH ഒക്കെ കുറവാണ്, എന്തായാലും കൊള്ളാം. അപ്പൊ ലാക്കസിസ് എനിക്ക് ആദ്യമേ ഓർമ്മയുണ്ടെങ്കിലും പിന്നെ പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ഈ ഈ ഇതിന്റെ മരുമോള് ഡോക്ടറാണ്, ഹോമിയോ ഡോക്ടർ തന്നെയാണ്, കൊച്ചുകുട്ടിയാണ്. പക്ഷെ അവരുടെ വിടില്ല, ഓസ്ട്രേലിയയിലോ അങ്ങനെയാണ് ഹസ്ബൻഡിന്റെ കൂടെ. അപ്പൊ ആ മോള് പറഞ്ഞിട്ട് റോൾഫിയ ഇവരും കഴിക്കുന്നുണ്ട്. റോൾഫിയ കഴിച്ചാലും ചിലപ്പോ 160, 100 ഒക്കെ ആയിരുന്നു പിന്നെ ഇത് വരുന്നത്. അവസാനം ഞാൻ ഈ നമ്മുടെ ആ ഓറമോൺ നേട്രോണേറ്റോസത്തിന്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാനൊന്ന് തിരിച്ച് ചിന്തിച്ച്, എന്ന് വെച്ചാൽ യൂട്രെയിൻ ഫൈബ്രോഡ് ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഹിസ്റ്റക്ടമി ചെയ്തത്. എന്തായാലും തന്നെയുമല്ല, നമ്മളുടെ ആ ഒരു ഹൈ ബ്ലഡ് പ്രഷർ ഡ്യൂ ടു ഓട്ടോണോമസ് അല്ല, സോറി, ഡ്യൂ ടു ഇത് നെർവസ് മെക്കാനിസത്തിന്റെ ഫംഗ്ഷൻ ഇതുള്ളതുകൊണ്ട്, ഡിസ്റ്റർബ്ഡ് നെർവസ് മെക്കാനിസം എന്നുള്ളത് കൊണ്ട് ഞാൻ ഓറമോർ നേട്രോണേറ്റോസും ആ ലേഡിക്കും കൊടുത്തു, പ്ലസ് ലാക്കസിസും കൊടുത്തു. ലാക്കസിസ് അവസാനം ഞാൻ ഫൈനലി കൊടുത്തു. നല്ല രസമാണ് കഥ പറയുന്ന പോലെ കേൾക്കാൻ, പക്ഷെ ജമ്പ് ചെയ്യത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ അത് ലാക്കസിസ് വണ്ണം ഞാൻ 7 ml മെഡിക്കേറ്റഡ് പിൽസിൽ കൊടുത്ത് രാവിലെ 2 പ്രാവശ്യം കഴിക്കാനായിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് ഓറമോൺ നേട്രോണേറ്റോസും ഞാൻ വണ്ണമാണ് കൊടുത്തത്, അത് വൈകുന്നേരം 2 പ്രാവശ്യം കഴിക്കാൻ പറയും മെഡിക്കേറ്റഡ് ആയിട്ട്. പിന്നെ അതിന്റെ കൂടെ ഞാൻ ക്രിട്ടേഗസ് ടിഞ്ചർ, അവനാസറ്റേവ ടിഞ്ചറും രാത്രിയിൽ ഒരു 15 ഡ്രോപ്സ് കഴിക്കാൻ. ഇപ്പോൾ BP 150, 100 കഴിഞ്ഞ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ 95, 150 ആയി, 95 കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ വന്നപ്പോൾ 100 ആയിരുന്നു. കാരണം പക്ഷെ 100 ആണെങ്കിലും നമുക്കറിയാം 100 കുറയാണ്, കാരണം കുറേ കാര്യങ്ങൾ അവരിന്ന് ഗുരുവായൂരിൽ പോയി, അങ്ങനെ പോയി, സിനിമ സെക്കൻഡ് ഷോ കാണാൻ പോയി, അങ്ങനെ അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ നമുക്കറിയാം. പക്ഷെ അത് ഞാൻ മെഡിസിൻ ചേഞ്ച് ചെയ്തില്ല.
അപ്പൊ അത് അങ്ങനെ ഒരു നല്ല നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിച്ചാല് ഇപ്പൊ യൂട്രൈൻ എനിക്ക് തോന്നുന്നത് ആ ഒരു യൂട്രൈൻ കംപ്ലൈൻസും കൂടെ ഉള്ള ലേഡി അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഹൈ ബി പി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പം വേറെ അതല്ലാതെ വേറൊരു കേസും അത് ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർക്കും ബി പി ഉണ്ടായിരുന്നു. ഞാൻ ഹോർമോൺ നെട്രോണേറ്റോസും കൊടുക്കുന്നുണ്ടായിരുന്നു. യൂട്രൈൻ ഫൈബ്രോയിഡ് ഉള്ള ലേഡിയാണ്. അത് ഒരു നല്ലൊരു കേസാണ്. കൊളീലിറ്റിയാസിൽ കുറേ കംപ്ലൈന്റ് ഉണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്ത് ഒരു 3 വർഷമായിട്ട് എൻ്റെ പേഷ്യൻ്റ് ആണ്. അവർക്കും ഞാൻ ഹോർമോൺ നെട്രോണേറ്റോസും കൊടുത്തു. അത് ഇന്നലെയാണ് ഞാനത് നോട്ട് ചെയ്ത് കണ്ടുപിടിച്ച് അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹോർമോൺ നെട്രോണേറ്റോസും അങ്ങനെ ഒരു നല്ല മെഡിസിൻ ആണ്. ഹൈ ബി പി ഉണ്ട്, പ്ലസ് യൂട്രൈൻ കംപ്ലൈന്റും കൂടെ ഉണ്ടെങ്കിലെന്ന് പറയാന് പിന്നെ പറയാമോ? ഇനിയിപ്പോ നമുക്ക് സമയം കഴിഞ്ഞു, ഇനി 28 ഉള്ളൂ. ആ ശരി എന്നാ. 28 ഏതായാലും നമ്മളെ 1-2 പുതിയ മരുന്നുകൾ നമ്മളെ കൂടുതൽ അറിവിലേക്ക് ഡോക്ടർ പറഞ്ഞു തന്നു. മിക്കവാറും സംശയം വന്നത് ചാറ്റ് ബോക്സിൽ വന്നത് ഞാൻ അപ്പോൾ തന്നെ ഡോക്ടറോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റാണ് ഉള്ളതെങ്കിലും അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ നല്ല വിശദമായി തന്നെയാണ് എല്ലാം പറഞ്ഞു തന്നതും സംശയങ്ങളും ഇടയ്ക്ക് തീർത്തു. ആർക്കെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാനോ സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇല്ല, ഞാൻ നോക്കട്ടെ. ജയലളിത ഡോക്ടർ അല്ല, ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, നാളെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ദിവസമാണ്. എല്ലാവർക്കും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്തോഷപൂർണമായ തന്നെയല്ല നമുക്ക് എല്ലാവർക്കും നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ കൈ നിറച്ച് രോഗികൾക്കെല്ലാം സൗഖ്യമാകുകയും ചെയ്യണം. എന്നാലല്ലേ നമ്മുടെ സിസ്റ്റത്തിന് ഡെവലപ്മെന്റ് വരത്തുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യപൂർണ്ണമായ ഒരു ന്യൂ ഇയർ, പുതുവത്സരം ആശംസിക്കും. താങ്ക് യു. ഇനി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ജയലളിത ഡോക്ടറെ ക്ഷണിക്കുകയാണ്. താങ്ക് യു മറിയാമ്മ ഡോക്ടറെ. രാജേശ്വരി ഡോക്ടറിന്റെ ക്ലാസ്സുകൾ മിക്കവാറും ഞാൻ കേൾക്കാറുണ്ട്. ഡോക്ടർ ചെയ്ത കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നതിൽ ഒത്തിരി സന്തോഷം. എല്ലാം നല്ല നല്ല സെഷൻ ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ 2-3 മെഡിസിൻസും പറഞ്ഞു തന്നു. എല്ലാം ബോറിക്ക് വായിക്കണമെന്നും അങ്ങനെ ഒരുവിധം കാര്യങ്ങളെല്ലാം ഡോക്ടർ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനിയും ഇതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് വീണ്ടും രാജേശ്വരി ഡോക്ടർ വരുമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി ഡോക്ടറെ. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം, സമാധാനവും സന്തോഷവും ആയുസ്സും ആരോഗ്യവും നേരുന്നു. താങ്ക് യു ഡോക്ടറെ. നന്ദി ഡോക്ടറെ. എന്തായാലും നമുക്ക് വളരെ നല്ല രീതിയിൽ ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ചു. നമുക്ക് ധൈര്യം പകർന്നു തരികയും ചെയ്തു. ഇന്ന് ഇതുപോലെ നല്ല ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാകണം. ഡോക്ടർ കൂടെ കൂടെ വന്ന് ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെച്ച് തരണം. ഇന്നത്തെ ഈ 1948 പ്രതിദിന സൂം വെബിനാർ ഇത്രയേറെ ഭംഗിയാക്കിയ രാജേശ്വരി ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ പുതുവത്സരം ആശംസിക്കുകകൂടി ചെയ്യാണ്. ഇന്ന് നമ്മളുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.